എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ് ടു ഓൾ മൈ ഡിയേഴ്സ്. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള മറ്റൊരു ദിവസം കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസമായിരുന്നു എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നാളെയും നിങ്ങൾക്ക് നല്ലൊരു അവധി ദിവസമാവട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി നമുക്കിന്ന് ആരംഭിക്കാം. പലപ്പോഴും ഇവിടെ വന്നിങ്ങനെ ഇരിക്കുമ്പോഴേ എന്തൊക്കെയോ പറയണമെന്നൊക്കെ ചിലപ്പോൾ വിചാരിച്ചിട്ടൊക്കെ വരാറുണ്ട്. പക്ഷെ ഇവിടെ എത്തുമ്പോൾ അതൊക്കെ മറന്നു പോകുന്നു. പിന്നെ ഒരു ഓളത്തിൽ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. അത് പൊതുവെ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ പറയുന്നു. അത് ചില സമയത്ത് കണക്റ്റായി വരുന്നു, ചില സമയത്ത് നമ്മൾ ആശയക്കുഴപ്പത്തിൽ വന്നു പോകും. കാരണം വ്യത്യസ്തമായ രീതിയിൽ പറയണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു. പക്ഷെ എപ്പോഴും നമുക്ക് അങ്ങനെ പറ്റില്ല. നമുക്ക് എല്ലാവർക്കും ഒരു സ്വതസിദ്ധമായ ശൈലി ഉണ്ടാവും. അപ്പൊ ആ ശൈലിയിൽ നിന്നുകൊണ്ട് സംസാരിക്കാനും. ഇന്നലത്തെ ക്ലാസ്സിന് രണ്ടാമത് ഞാനൊന്ന് വീണ്ടും കണ്ടപ്പോൾ എനിക്കെന്നു വെച്ചാൽ എന്താ അത് നിങ്ങളോട് എന്ന് പറഞ്ഞ് പുഞ്ചിരിക്കാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ചിരിക്കുന്നതൊക്കെ വീഡിയോ കണ്ടുകൊണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഒരു സമയത്ത് നമുക്കത് എന്താ പറയാ, ചില സമയത്ത് കാണുമ്പോൾ നമുക്ക് തോന്നും അയ്യോ ക്ലാസ് ഒക്കെ കുറച്ച് സീരിയസ് ആവണ്ടേ എന്ന് കരുതും. പിന്നെ തോന്നായി സീരിയസ് ആകാനല്ലല്ലോ, ഒന്ന് മനസമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ടല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അത് സീരിയസ് ആക്കിയിട്ട് എടുക്കണ്ടല്ലോ. കാരണം ഇവിടെ വരുന്നവരുടെ എല്ലാവരുടെയും ഏകമായ ലക്ഷ്യം എന്ന് പറയുന്നത് കുറച്ച് മനസമാധാനം, കുറച്ച് സന്തോഷം, കുറച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് കൃത്യമായ രീതിയിൽ നമ്മൾ പാകപ്പെടുത്തിയെടുക്കും. അപ്പൊ ക്ലാസ്സുകൾ എപ്പോഴും ഷോർട്ടാക്കി പോകാൻ ഇതുകൊണ്ട് തന്നെ സാധിക്കില്ല. കാരണം വെച്ചാൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞ് ഓരോ ആളുടെയും ആവർത്തിച്ച് അവരുടെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുക എന്ന് പറയും. നമ്മള് പ്രസംഗകലയിൽ ഏറ്റവും കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുക. അതായത് കേൾവിക്കാരന്റെ തലയിലേക്ക് ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്യണം, അതിന് പ്ലാന്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. അല്ലാതെ നമ്മൾ എന്തെങ്കിലും കേൾക്കും. ഇപ്പൊ നിങ്ങൾ ഒരുപാട് മോട്ടിവേഷൻസ് കേൾക്കുന്നുണ്ടാവും. ഒരു ദിവസം യൂട്യൂബ് എടുത്താൽ 100 കണക്കിന് മോട്ടിവേഷൻസ് ഉണ്ടാവും. അതിൽ എത്ര വരികൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഏറ്റവും കൂടുതലായിട്ട് സയൻസ് ഇപ്പോൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇപ്പോൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കാര്യമാണ്. അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് മുകളിൽ ഒരുപാട് ഗവേഷണം നടക്കുന്നുണ്ട്. അതായത് ഡോപ്പമിൻ ഡീടോക്സിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഈ ഡോപ്പമിൻ എന്ന് പറഞ്ഞ ഈ നമുക്ക് ആരോഗ്യകരമായി മാറുന്ന സന്തോഷത്തിന് അടിസ്ഥാനപരമായ ഹോർമോൺസ് ആയ ഡോപ്പമിൻ നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെയാണ്. അതായത് നമ്മൾ എന്തെങ്കിലും കാണുമ്പോഴോ ഒരു ചെറിയ ഇൻസ്റ്റന്റ് ആയിട്ട് വരുന്ന സന്തോഷത്തിനൊക്കെ ഒരു അപ്രീസിയേഷനൊക്കെ ഉണ്ടാകുന്ന സാധനമാണ്. പക്ഷെ അത് ഓവർ ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ബോഡിക്കകത്ത് അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഷുഗർ നമുക്ക് ഇഷ്ടമാണ്, പക്ഷെ ഓവർ ഷുഗർ കഴിച്ചാലോ നമുക്ക് ഭയങ്കര ക്ഷീണമായി പോകും അല്ലെ. പായസമൊക്കെ കുടിക്കുമ്പോൾ നമുക്കറിയാലോ ഷുഗർ കുറച്ച് കഴിക്കുന്നത് ഇഷ്ടമാണ്, പക്ഷെ എങ്കിൽ കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ ഉറക്കം വരും, ആലസ്യം വരും. അതുപോലെ തന്നെയാണ് മോട്ടിവേഷനും അതേപോലെ അപകടം പിടിച്ചൊരു സാധനമാണ്. കാരണം ഓവർ മോട്ടിവേഷൻ ആയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ അളവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം കൊടുക്കാൻ. കുറച്ചൊക്കെ സീരിയസ് ആക്കി, കുറച്ച് സീരിയസ് ഒക്കെ പറഞ്ഞു വിട്ട് ആക്കി ഞാൻ മോട്ടിവേഷൻ വല്ലാണ്ട് കയറില്ല. അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ യൂട്യൂബിൽ കണ്ടപ്പോ ഒരാള് കമന്റ് ചെയ്യാണ്, എന്തോ പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പെട്ടെന്ന് കാര്യം പറഞ്ഞിട്ട് പൊക്കൂടെയെന്ന്. അവരോടൊരു മറുപടി ഇന്ന് പറയണമല്ലോ അല്ലേ, നമ്മത് പറയണ്ടേ. അങ്ങനെയുള്ളവര് പെട്ടെന്ന് എന്തെങ്കിലും നേടാനാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ട. കാരണം ഈ ചാനൽ നിങ്ങൾക്ക് അതിനുള്ളതല്ല. ഇവിടെ ക്ഷമയോടെ കേട്ടിരുന്ന് മനസ്സിലാക്കി അത് നിങ്ങൾ പ്രാവർത്തികമാക്കിയാൽ മാത്രം ലഭിക്കുന്ന കാര്യങ്ങളാണ്. അല്ലാതെ എന്നാ പിടിച്ചോ പോക്കറ്റിൽ നിന്ന് എടുത്ത് അങ്ങോട്ട് തരുന്ന രീതിയിൽ ഒരു സംഭവം ഇവിടെ ഇല്ല. അതുകൊണ്ട് വെറുതെ നിങ്ങൾ സമയം കളയണ്ട. ഈ ചാനൽ കണ്ടിട്ട് നമ്മളിങ്ങനെ ക്ലാസ് വിശദമായി ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുത്ത് അങ്ങനെ മുമ്പോട്ട് പോകാനേ തീരുമാനിച്ചിട്ടുള്ളൂ. അത് അങ്ങനെ തന്നെ പോകണം. അപ്പോൾ മാത്രമേ കാര്യമുള്ളൂ. അതായത് ഒരു വേർഡ് അറ്റ്ലീസ്റ്റ് ഒരു 3 times അങ്ങ് റിപ്പീറ്റ് ആയാൽ മാത്രമേ നമ്മുടെ ബ്രെയിനിലേക്ക് ജസ്റ്റ് പതിക്കുകയുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. ഓക്കെ, സന്തോഷത്തോടു കൂടി ഇന്ന് ഒരുപാട് ആൾക്കാർക്ക് ഹാപ്പിനെസ് ഷെയർ ചെയ്യാനുണ്ടാവും. അതൊന്ന് മുഴുവൻ കേട്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം നല്ലൊരു ടെക്നിക്കും കൂടി പഠിപ്പിച്ചു തരാം. അത് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഡെയിലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടെക്നിക്കാണ്. അത് ഒരു വിഷയമല്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടി പഠിപ്പിച്ച ഇത് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കാണ്. നിങ്ങൾക്ക് നിത്യജീവിതത്തിൽ ഏത് സമയത്തും, രാവിലെ ഉച്ചക്കും വൈകിട്ട് എല്ലാ സമയത്തും ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഒരുപാട് റിസൾട്ടുകൾ നമ്മുടെ ക്ലാസ്സിൽ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിൽ ഞാൻ പെയ്ഡ് പൈസ മേടിച്ചിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ടെക്നിക്ക്, അത് നമ്മുടെ പുസ്തകത്തിൽ ആകർഷണ നിയമം എന്ന ഒരു പുസ്തകത്തിൽ ഉള്ള ടെക്നിക്കാണ്. അപ്പോ
നിങ്ങൾക്ക് കൂടുതൽ ഇതുപോലത്തെ അടിക്കണമെങ്കിൽ ആ പുസ്തകം വാങ്ങിച്ചാലും കുറെ ടെക്നിക്കൽ പഠിക്കും. അല്ല നേരിട്ട് എന്നിൽ നിന്ന് പഠിക്കണമെങ്കിൽ നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിലും കൂടി ചേരാമെന്ന് ഒന്ന് ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുന്നു. അതുകൂടെ ക്ലാസ് മറ്റു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തൃശ്ശൂർ കോഴിക്കോട് സോറി കൊച്ചി പ്രോഗ്രാമിന്റെ കാര്യം പറയാം. ബുക്ക് ചെയ്യാത്തവര് പെട്ടെന്ന് ബുക്ക് ചെയ്തോളൂ. ഹോട്ടലൊക്കെ കൺഫേം ആയിട്ടുണ്ട്. റിനൈൻ ഇന്റർനാഷണൽ കൊച്ചി പാലാരിവട്ടമാണ് നമ്മൾ കൺഫേം ആക്കിയിരിക്കുന്നത്. അപ്പൊ സീറ്റൊക്കെ വളരെ ലിമിറ്റഡ് ആണ്. എത്രയും പെട്ടെന്ന് സീറ്റ് ബുക്ക് ചെയ്തോളുക ആദ്യം തന്നെ. അതുകൊണ്ട് മറക്കണ്ട. ലാസ്റ്റ് നിമിഷത്തേക്ക് എടുക്കില്ല. 25-ാം തീയതിക്ക് ശേഷം വരുന്ന ഒരു അഡ്മിഷനും എടുക്കില്ല. അതിന് ആരും പ്രതീക്ഷിക്കേണ്ട. കാരണം നമുക്ക് കല്ല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനു മുമ്പ് റെഡിയാക്കാനുള്ളത് കൊണ്ട് മാത്രമാണ്, ഒരിക്കലും നടക്കുന്നതല്ലാതെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഹാപ്പിനെസ് ആദ്യം കേൾക്കാം. അത് കഴിഞ്ഞിട്ട് ക്ലാസ്സിലേക്ക് പോകാം. സന്തോഷത്തോടു കൂടി ആരെയാണ് ആദ്യം ഹാൻഡ് റൈസ് ചെയ്യുന്നത്? അഞ്ജു തന്നെ ആദ്യം പറഞ്ഞു, വിശദമായി പറഞ്ഞു. അഞ്ജുനെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ പറയാനുണ്ടെന്ന്. വിശദമായിട്ട് തന്നെ പറയാനുണ്ട് സാറേ. ആദ്യം തന്നെ ഒത്തിരി 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 നന്ദി ഞാൻ പറയാം സാർ. അത് എനിക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയില്ലാത്തൊരു കാര്യ. ഞാൻ ലാസ്റ്റ് ആഗ്രഹിച്ചിരുന്ന കാര്യം എന്റെ കൈ കിട്ടി. ഹസ്ബൻഡിനും മോക്കും വിസ അടിച്ചു. തടസ്സങ്ങൾ ഒത്തിരി വന്നു സാറേ. ഇതിന്റെ ഇടയ്ക്കാണെങ്കിലും ഞാൻ വച്ചിട്ട് എല്ലാവർക്കും 1 മാസം കഴിയുമ്പോഴേക്കും വിസയുടെ പേപ്പറുകൾ നമ്മുടെ ജർമ്മനിയിലേക്ക് വരിക. എന്റെ കറക്റ്റ് 6 ആഴ്ചയായി ഒരു മെസ്സേജും ഇല്ല. ഞാൻ അവർക്ക് നമ്മുടെ ഇന്ത്യൻ എംബസിയിലേക്ക് മെസ്സേജ് അയച്ചപ്പോൾ അവർ പറഞ്ഞു ഇന്ത്യയിൽ നിന്നുള്ള പേപ്പർ എല്ലാം സസ്പെൻഡ് ചെയ്തേക്കുമെന്ന് പറഞ്ഞു. സങ്കടം ഉണ്ടായി. ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനുഷ്യ മനസ്സാണ്. സങ്കടങ്ങൾ ഉണ്ടായി. ഞാൻ ഒത്തിരി കരഞ്ഞു. പക്ഷെ അപ്പോഴും ഞാൻ എഴുതി 2025 മെയ് 15 എന്റെ ഭർത്താവിന്റെ കയ്യിൽ വിസ അടിച്ച് പാസ്പോർട്ട് കൈ കിട്ടുന്ന ഞാൻ എഴുതി. IR5B സിറ്റുവേഷനും എഴുതി. 15 പ്രാവശ്യം അന്ന് തൊട്ട് എഴുതി തുടങ്ങി. കറക്റ്റ് മെയ് 15 നമ്മുടെ ആലുവ ബ്ലൂ ഡാർട്ടിൽ നിന്ന് അവര് വിളിക്കുവാണ്, പാസ്പോർട്ട് വന്നിട്ടുണ്ട്, മേടിക്കാൻ വരാൻ പറഞ്ഞ്. പക്ഷെ ഹസ്ബൻഡിന് അന്ന് പോകാൻ പറ്റിയില്ല. 16 പോയി മേടിച്ചു. പിന്നെ ഇന്നലെ എനിക്ക് സാറിന്റെ ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ സാറിന് ചോദിക്കട്ടെ, നമ്മുടെ ക്ലാസ്സിൽ തന്നെ പറയണം എന്ന് എന്റെ ഒരു ആഗ്രഹമായിരുന്നു. എന്റെ ആഗ്രഹങ്ങൾ കഴിഞ്ഞ ഒക്ടോബർ തൊട്ട് സാറിന്റെ കൂടെ കൂടിയിട്ട് ഈ വിഷൻ ബോർഡ് സെറ്റ് ചെയ്തപ്പോൾ സാർ എന്നോട് ചോദിച്ചായിരുന്നു, അഞ്ജു നിനക്ക് എന്നാ ഫാമിലിനെ കൊണ്ടുവരുന്നതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ജൂൺ 15 കൂടി വരണം, അവരിവിടെ വരണം എന്ന് പറഞ്ഞു. കറക്റ്റ് അതുപോലെ തന്നെ അതിക്ക് മുമ്പ് എനിക്ക് ദൈവം എത്തിച്ചു തന്നു. അതിക്ക് മുമ്പ് എല്ലാം എന്റെ കയ്യിൽ തന്നു. അറിയില്ല സാർ എനിക്ക് എങ്ങനെയാ ഈ നന്ദി പറയണ്ടേന്നോ. സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തടസ്സങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാം ഈ IR5B സിറ്റുവേഷൻ എനിക്ക് അറിയില്ല അതിനുള്ള മാജിക് എന്നാന്ന്. എനിക്ക് വീട് കിട്ടണ ടൈമിൽ ഞാൻ ഇവിടെ ഫുൾ അന്വേഷിച്ചു. ഒരു 3 റൂമിന്റെ ഒരു വീടിന് വേണ്ടി കിട്ടിയില്ല. ഞാൻ അന്ന് സാറിനോട് പറഞ്ഞു തന്നു, ഞാൻ അഫർമേഷൻ എഴുതിക്കൊണ്ടിരിക്കാലെയാണ് എനിക്ക് വീട് കിട്ടിയത്. പെട്ടെന്ന് പുറത്തേക്ക് വരാൻ പറഞ്ഞ് നമ്മുടെ ഹൗസ് ഓണർ തന്നെ പറഞ്ഞൊരു വീടാക്കി തന്നു. അങ്ങനെ പല അത്ഭുതങ്ങളും എല്ലാം അഫർമേഷൻ വഴി തന്നെ എനിക്ക് കിട്ടിയതാ. അതിന് ഒത്തിരി 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 നന്ദി ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്ന് സാറിനോട് പറയുക. ഞാൻ ഇന്ന് രാവിലെ മെഡിറ്റേഷന് കയറാണ്ടിരുന്ന എനിക്ക് സാറിനോട് ഇങ്ങനെ പറയണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സാറിനോട് ഓട്ടോമാറ്റിക്കലി കാണുമ്പോൾ ഞാൻ പറഞ്ഞു പോകും. പക്ഷെ അതുകൊണ്ട് ഞാൻ തന്നെ കൺട്രോൾ ചെയ്ത് ഇനി തിങ്കളാഴ്ച തൊട്ടാ മെഡിറ്റേഷന് കയറണോളൂ. വ്യാഴാഴ്ച എനിക്ക് നെറ്റായി വീട്ടില്. അപ്പൊ പിന്നെ ഇതോടെയും കിട്ടി. എല്ലാം ഹാപ്പിനെസ് ഫുള്ള് അങ്ങ് പീക്ക് മൊമെന്റിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ടിക്കറ്റ് എടുത്തു. 29 ഞാൻ നാട്ടിൽ വരും. 6 തീയതി അവരെ കൊണ്ട് തിരിച്ചു പോരും. ഒത്തിരി ഒത്തിരി നന്ദി. 29 വരും. അപ്പൊ 1 തീയതി നമുക്ക് അങ്ങോട്ട് പോരും എല്ലാരും കൂടി. ഞാനും അങ്ങനെ ഓർത്താ ഇരിക്കുന്നത്. ഞാനത് ഈ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യേണ്ടതുകൊണ്ട് ഞാനിങ്ങനെ പുള്ളിക്കാരനോട് ഇന്നലെ ഞാൻ പറഞ്ഞു, ഹസ്ബൻഡിനോട് പറഞ്ഞു ഇതുപോലെ ഞായറാഴ്ച സാറിന്റെ പരിപാടി ഉണ്ട്. ഞാൻ വാട്സപ്പിൽ മെസ്സേജ് കണ്ടു. അപ്പൊ എന്നോട് സമയം ഉണ്ടാവോന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്ക് മാക്സിമം ഞാൻ സാറെ കാണാൻ വരണേ ഒരിക്കലും നാട്ടിൽ നിന്ന് തിരിച്ചു വരത്തില്ല. ഒരു ഗിഫ്റ്റ് വെക്കുന്നുണ്ട് അന്നേക്ക്. കാരണം എന്റെ ക്ലാസ്സിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ അമ്മേന്റെയും മകളുടെയും രണ്ടാളുടെയും അവസ്ഥ എന്തായിരുന്നു എന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അവിടുന്ന് പറഞ്ഞത് എല്ലാം ആസിറ്റീസ് ഫോളോ ചെയ്ത ആളാ. ഒരു കൺഫ്യൂഷൻസ് എത്രയോ 100 പ്രാവശ്യമൊക്കെ ചോദിച്ചിട്ട്, സാറേ അതെന്താ ഇങ്ങനെ, ഇതെന്താ ഇങ്ങനെ, അതെന്താ ഇങ്ങനെ അല്ലെ, ഓരോന്നും ചോദിച്ചിട്ട്. പക്ഷെ എല്ലാം അതാത് സമയത്ത്, ഈവൻ എക്സാം അടക്കം അങ്ങനെയല്ലേ കിട്ടിയത് അല്ലെ. ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ, എക്സാം അടക്കം കിട്ടിയ റിസൾട്ട് വന്നത്. എന്നിട്ട് റിസൾട്ട് വരാത്ത എത്രയോ ദിവസങ്ങൾ വട്ടം കറക്കിയ സർട്ടിഫിക്കറ്റ് വട്ടം കറക്കും സാറേ. നമ്മള് പല തടസ്സങ്ങൾ വരും. പക്ഷെ എന്നാലും ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു, അഫർമേഷന്റെ പവർ നമ്മൾ വിശ്വസിച്ചൊരു കാര്യം. അത് എനിക്ക് മെയ് 15 കിട്ടുന്ന പ്രതീക്ഷ. അങ്ങനെ നമുക്ക് നോർമലി അവർ തന്ന മെസ്സേജ് വെച്ച് നമുക്കത് പ്രതീക്ഷ വെക്കാനേ പറ്റില്ല. കാര്യം സസ്പെൻഡ് ചെയ്തു എന്നും പറഞ്ഞ് എനിക്ക് മെയിൽ വന്നേക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള സകല പേപ്പറുകളും സസ്പെൻഡ് ചെയ്തേക്കണു എന്നും പറഞ്ഞ് മെയിൽ വന്നിട്ട്, അപ്പോഴും സങ്കടം വന്നെങ്കിലും ഞാൻ കറക്റ്റ് എഴുതി എനിക്ക് 15 എന്റെ പാസ്പോർട്ട് അടിച്ച് കൈ കിട്ടണം എന്നുള്ള രീതിക്ക്. കിട്ടിയതിന് നന്ദി എന്നും പറഞ്ഞിട്ട് അങ്ങനെ എഴുതി. അതിന് സിറ്റുവേഷൻ എന്നും പറഞ്ഞ് ഞാൻ എഴുതിക്കൊണ്ടിരുന്നതാ.
അതും ഞാൻ കാണിക്കുക. ശരിക്കും പവർഫുൾ അഫർമേഷൻ ആണ് അത്. സാറ് പറയെങ്കിലും അതിന്റെ മാജിക്ക് നമുക്ക് അറിയാൻ പറ്റിയത് ഇപ്പോഴാ. അതാ കറക്റ്റ് 15-ന് അവര് വിളിച്ചു എന്നുള്ളതാണ് സാറേ. ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പാസ്പോർട്ട് വന്നിരിക്കുന്നുണ്ട്, ഇന്ന് തന്നെ വന്ന് മേടിക്കാൻ പറഞ്ഞപ്പോ പുള്ളി വണ്ടിയിലാണ്, മേടിക്കാൻ പറ്റില്ല നാളെ വന്ന് മേടിച്ചോളാന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ 16-ാം തീയതി പോയി മേടിച്ചു. പക്ഷെ 15-ന് നമ്മുടെ കൈ കിട്ടുമെന്ന് ഞാൻ എഴുതി. അത് നമ്മുടെ ഒരു മിസ്റ്റേക്കും കൊണ്ട് പറ്റിയതാണല്ലോ, അത് നമ്മുടെ ഒരു അസൗകര്യം നമ്മുടെ കൊണ്ട് കയ്യിൽ ആ സംഭവം വന്നല്ലോ. വന്നു. ഓരോന്നും അങ്ങനെ അല്ല. പക്ഷെ അവിടെ ഏറ്റവും വലിയ പോയിന്റ് ഒന്നുകൂടി പറയേണ്ടത്, നമ്മൾക്കിത് പരീക്ഷണം നടത്തും. പരീക്ഷണം എപ്പോഴും ഉണ്ട്. അതില്ലാതെ ഒരു കാര്യവും നമുക്ക് ലഭിക്കില്ല. ഇതൊക്കെ പണ്ടത്തെ കഥയില് ഈ നമ്മുടെ പുരാണ കഥകളൊക്കെ ആയിരിക്കും, വരം ചോദിച്ചിട്ട് തപസ് ചെയ്യുന്നില്ലേ, ഇങ്ങനത്തെ കഥകളൊക്കെ വായിച്ചിട്ടില്ലേ? അപ്പോ ആ വരം ഒഴിവാക്കാനായിട്ട് മാക്സിമം ദൈവം ശ്രമിക്കും. പല രീതിയിലും വരം ഇളക്കാനായിട്ട് അതിപ്പോ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് പല പല പരീക്ഷണങ്ങൾ നടക്കും. പഴം മനസ്സിൽ വിട്ടുപോകുന്നവന് ഇത് ലഭിക്കില്ല. പക്ഷെ അത് അത്രയും ഫെയ്ത്ത് ആണ്, അവിടെ വിശ്വാസത്തോടു കൂടി ചെയ്യുന്നതിന്റെ റിസൾട്ടാണ്. ഏതായാലും അതുപോലെ തന്നെ സാറേ, ഞാനിപ്പോ എടുത്തേക്കുന്ന വീട്, ഞാൻ എന്റെ ഓരോ സാധനങ്ങളും എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ ഒരു വീട് സെറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇന്നത് പോലെ വേണം, അതുപോലെ കറക്റ്റ് കിട്ടി സാറേ. ഞാൻ അത് എന്റെ ഫ്രണ്ടിനോട് പറയുകയും ചെയ്തു. നമ്മള് എല്ലാം നമ്മൾ ഉദ്ദേശിച്ച രീതിക്ക് തന്നെയുള്ള ഒരു വീട്, അതിന്റെ അകത്ത് എല്ലാം നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റി. അതെല്ലാം നമുക്ക് എനിക്ക് അതിന് ഹെൽപ്പ് ചെയ്ത് സാറിന്റെ വിഷൻ ബോർഡ് എന്നുള്ള ക്ലാസ്സാ. അതുപോലെ തന്നെ നമ്മുടെ 2020 മെഡിറ്റേഷനിൽ സാറ് പറഞ്ഞ വിഷ്വലൈസേഷൻ, അത് ശരിക്കും അപ്പാടെ. ഇനി ഒരു ആഗ്രഹമോടെ ഉള്ളൂ, ഹസ്ബൻഡ് വന്ന ഹസ്ബൻഡ് ഒരു ജോലി, അതും എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാ. അതെല്ലാം പക്കയായിട്ട് എല്ലാം നമുക്ക് എല്ലാം നല്ല രീതിക്ക് തന്നെ കിട്ടും. ഇപ്പൊ എന്റെ വിഷൻ ബോർഡ് എന്റെ ബെഡ്റൂമിൽ ഞാൻ അത് കറക്റ്റ് ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇത്ര സന്തോഷം. നാളും നമ്മളത് മടക്കി വെച്ചേർന്നത്, ഇപ്പൊ അത് എനിക്ക് എന്റെ ബെഡ്റൂമില് ഞാൻ എനിക്കുമ്പോ തന്നെ കാണാൻ പാകത്തിന് ഞാൻ അത് വെച്ചിട്ടുണ്ട്. അതിന്റെ അകത്ത് എല്ലാ ആഗ്രഹങ്ങളും നടക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. തീർച്ചയായും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നന്നായി. സാറിന്റെ അനുഗ്രഹം എപ്പോഴും കൂടെ വേണം, എപ്പോഴും പ്രാർത്ഥന അനുഗ്രഹം എപ്പോഴും കൂടെ വേണം. എപ്പോഴും നിങ്ങൾ ആദ്യം മുതൽ തന്നെ അഞ്ജുവോട് ഒരു പ്രത്യേകമായിട്ട് ഞാൻ എപ്പോഴും സംസാരിക്കുമ്പോഴും അഞ്ജുവിന് ആ രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട്. എപ്പോഴും നല്ല, അത് അത്രയും നിങ്ങൾ ആ ഫോളോ ചെയ്യാൻ മനസ്സിലാക്കിയ അന്ന് മുതൽ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ നമുക്കൊരു നല്ല ഇതുണ്ട്. ഇപ്പം അതിരാവിലെ ആ തിരക്ക് കൂടി ഓഫീസിൽ ഹോസ്പിറ്റലിൽ പോകേണ്ട തിരക്കിലും ആ കിട്ടുന്ന 10-15 മിനിറ്റ് നേരങ്ങളും മെഡിറ്റേഷൻ ചെയ്തിട്ടേ പോകുള്ളൂ എന്ന് ഓടി വരുന്ന വരവുണ്ടല്ലോ. അതൊക്കെ ആ കൺസിസ്റ്റൻസി അതിന്റെ റിസൾട്ടാണ്. റിസൾട്ട് ഈസ് ഓൾവേസ് വെൻ യു ടേക്ക് കൺസിസ്റ്റൻസി ഓഫ് ആക്ഷൻ. നിങ്ങൾ വളരെ കൺസിസ്റ്റൻസി ആയിട്ട് എന്നും നിത്യമായിട്ട് ചെയ്യുന്ന സാധനാ കർമ്മങ്ങളാണ് നമ്മളെ വളർത്തുക. അത് എപ്പോഴും നിലനിർത്തുക. ഇനിയും ജീവിതത്തിൽ എന്നും നിലനിർത്തുക. ബാഹ്യമായ ഒരുപാട് വിഷയങ്ങൾ എപ്പോഴും ഉണ്ടാവും. അതെല്ലാം തീർത്തിട്ട് നമ്മൾ മാറിക്കളയാമെന്ന് വിചാരിച്ച് നടക്കില്ല. നമ്മളെപ്പോഴും ഒരു നല്ല രീതിയിൽ തന്നെ ജീവിതത്തെ കൊണ്ടുപോകുമ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് സുഖമായി നടക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച് അഞ്ജു. 1-ാം തീയതി എന്തായാലും കാണണം കേട്ടോ. എന്തായാലും ഒരു അരമണിക്കൂർ 1 മണിക്കൂർ സമയത്തിന് വാട്ടോ. ഇല്ല, സാറിന്റെ അടുത്ത് എന്തായാലും ഞാൻ വരും. ഞാൻ നാട്ടിൽ വരുന്നതും, ഞാൻ അന്ന് സാർ ഇതുപോലെ തന്നെ ഓരോ പ്രോഗ്രാം പറയുമ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട്, പിന്നെ ഞാൻ നാട്ടിൽ വരുന്ന സമയത്ത് സാർ എവിടെയെങ്കിലും ഒരു പ്രോഗ്രാം വയ്ക്കണേ, ഞാൻ അത് ഓർത്തിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് കറക്റ്റ് ഞാൻ കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ ഇങ്ങനെ കണ്ടു, June 1 ഇതുപോലെ തന്നെ കൊച്ചി പ്രോഗ്രാമിലോട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യാന്ന് പറഞ്ഞ് മെസ്സേജ് ഉണ്ട്. അപ്പൊ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നെറ്റില്ലാത്തതുകൊണ്ട് ഞാൻ ഒത്തിരി യൂട്യൂബിൽ വീഡിയോസ് കാണുന്നില്ല, ഒന്നുമില്ല. അപ്പൊ ഞാൻ ഒരു ഈശ്വര, ഞാൻ ആഗ്രഹിച്ച പോലെ കറക്റ്റ് ജൂണിൽ വന്നല്ലോ. എന്നാലും കൊച്ചിയില്ല, ഞാൻ എന്തായാലും സാറിന് വന്ന് കാണാണ്ട് ഒരിക്കലും ഇരിക്കത്തില്ല. ഓക്കെ, ശരി, താങ്ക് യു. സാറ് പറഞ്ഞു കേട്ടോ, ഒരു അരമണിക്കൂറെങ്കിൽ സാറിന്റെ അടുത്ത് വന്നാലേ എനിക്ക് സന്തോഷമാവുള്ളൂ. താങ്ക് യു. ഒത്തിരി നന്ദി സാറേ. സാറിന്റെ അനുഗ്രഹം കൂടെ ഉണ്ടായാൽ മതി. എല്ലാവരും അഞ്ജുവിനൊരു സന്തോഷം, സ്നേഹം കൊടുത്തേ. എല്ലാവരും ചേർന്ന് അഞ്ജുവിനൊരു സ്നേഹം കൊടുത്തേ. യെസ്, വരട്ടെ. നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ അഞ്ജു സംസാരിക്കുന്നപ്പോ ജർമ്മനിയിൽ നിന്നാണ് കേട്ടോ. താങ്ക് യു സർ. താങ്ക് യു. ഇനി ആരും സംസാരിക്കാനുള്ള, ആർക്കാ പറയാനുള്ള? ആർക്കെങ്കിണ്ടോ? പെട്ടെന്ന് പറഞ്ഞോ, അൺമ്യൂട്ട് ചെയ്തോ. സാർ, ഞാൻ വടകര എന്ന വത്സലയാണ്. എനിക്ക് ഇന്ന് 100 രൂപ എന്റെ മകന് ലോട്ടറി ലഭിച്ചു. നന്ദി. എനിക്ക് വളരെ സന്തോഷം സാർ. എല്ലാ ദിവസവും ടിക്കറ്റ് കൊണ്ടുവരും. ഒരു ദിവസം പോലും ഒന്നും അടിക്കലില്ല. ഇന്ന് ആദ്യമായിട്ട് അടിച്ചു. അത് സാറോടും നേരത്തെ പറയണമെന്നുള്ള എന്തോ ഒരു മാനസികാവസ്ഥ. ഒട്ടാകെ ശരീരം മുഴുവനും കുളിരുന്ന്. അത് സാറോ പറഞ്ഞു. നന്ദി സാറേ. നീ എനക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഈ വിറയലൊന്നും നിർത്തണം, എന്നാലും മാത്രമേ പറഞ്ഞോളൂ. ഇനി എനിക്ക് ഇന്നത്തെ ഇത് മതി. സാറിന് അറിയിച്ചതിന് നന്ദി. താങ്ക് യു. ഒരു ദിവസം പോലും ഞാനൊന്നും പറയലില്ല സാർ. എല്ലാം കേട്ടിരിക്കൽ മാത്രമേ ഉള്ളൂ. ഇന്ന് എനിക്ക് ആദ്യമായിട്ടാണ് 100 രൂപ. ഇനിയും കൂടുതൽ സൗഭാഗ്യങ്ങൾ അവിടെ ഉണ്ടാവട്ടെ കേട്ടോ. താങ്ക് യു. ശരി സാർ. പറഞ്ഞു. അടുത്ത് ജലജ നാരായണൻ പറഞ്ഞു.
അൺറൈസ് ചെയ്തു. ജലജ സംസാരിക്കാനാണോ അല്ലേ? അടുത്ത ആരും സംസാരിച്ചോ? ആരാളെ ഇല്ലേ? എന്നാ പിന്നെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആരും ഇല്ലല്ലോ? ഉണ്ടോ? ഇല്ലല്ലോ. എല്ലാരും പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ സാറേ. സാറേ എനിക്കൊന്ന് ഇന്നലെ സംസാരിക്കണം. പറയാനല്ലേ ഞാൻ പറഞ്ഞത്, പറഞ്ഞോ. സാർ ഞാൻ ബിന്ദുവാണ്, കൊല്ലത്തുനിന്നാണ്. കേൾക്കാമോ? കേൾക്കാം. ഞാൻ ഇതുവരെ സാറിനോട് സംസാരിച്ചിട്ടില്ല. സാറിന്റെ മെഡിറ്റേഷനിലെ എല്ലാ ക്ലാസ്സും ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. എനിക്ക് ഞാൻ 7-7:30 ജോലി കഴിഞ്ഞിട്ട് എത്താൻ. എനിക്ക് കുറച്ച് ദൂരെയാണ്, കടയ്ക്കലാണ് ജോലി. അപ്പം ഒരു 1.25 മണിക്കൂറോളം യാത്രയുണ്ട്. അപ്പൊ എത്തുമ്പോ ലേറ്റ് ആയിപ്പോ. അതുകൊണ്ട് രാവിലെ മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് ഞാൻ അങ്ങ് മെഡിറ്റേഷൻ തീർന്നു കഴിഞ്ഞ് ഇത് എഴുതി വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് അടുക്കളയിൽ കയറും. സംസാരിക്കാൻ എനിക്ക് സമയം കിട്ടാറില്ല. ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ സാറിനോട് സംസാരിക്കുന്നത്. എനിക്കിത് മറ്റേ മാഡം പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സാറിന്റെ ക്ലാസ് കയറി തുടങ്ങി അതിനുശേഷം എനിക്ക് നല്ല സന്തോഷമുണ്ട്. എന്റെ ജീവിതത്തിൽ ഒരുപാട് ഇപ്പൊ ഒരു 1.5 വർഷമായിട്ട് കുറെ പ്രശ്നങ്ങൾ, സാമ്പത്തികമായിട്ട് വീട് വിൽക്കുകയൊക്കെ ചെയ്ത് കുറെ പ്രശ്നങ്ങളിലൊക്കെ അകപ്പെട്ടിരുന്നതായിരുന്നു. ഇപ്പൊ സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങിയതിനോട് എനിക്ക് നല്ല മനസ്സിൽ നല്ല സമാധാനവും സന്തോഷവും കിട്ടുന്നുണ്ട്. ഓക്കെ, സന്തോഷം ഉണ്ടാവട്ടെ. നിങ്ങളെപ്പോലുള്ള എല്ലാവർക്കും അങ്ങനെ സന്തോഷവും സമാധാനവും ഉണ്ടാവാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ ക്ലാസ്. ഒരു ദിവസം ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ പറഞ്ഞതാണ് ഇന്ന് ക്ലാസ് എടുക്കൂലെന്ന് പറഞ്ഞതാ. ഇന്ന് ക്ലാസ് ഇല്ല, പുറത്തൊക്കെ പോകണമെന്ന് കരുതി. അപ്പൊ ഞാൻ പുറത്തൊക്കെ കറങ്ങണം, പുറത്ത് പോകണം, പിള്ളേരെ കൊണ്ട് പോകണം എന്ന് കരുതുമ്പോ പിള്ളേരാ പറഞ്ഞത് വേണ്ടച്ചാ ക്ലാസ് എടുത്തിട്ട് പോവാമൊക്കെ. എത്ര പേരെ കാത്തിരിക്കാന്ന് പിള്ളേര്. അവര് പുറത്ത് ഇന്ന് ശനിയാഴ്ചയാണ്, പുറത്ത് പോകാനും സിനിമയ്ക്ക് പോകണം, ഇന്ന് ക്ലാസ് ഒന്നും എടുക്കുന്നില്ലെന്ന് അഡ്മിനോട് ഇന്നലെ ഇവിടെയും പറഞ്ഞതാണ്, അഡ്മിനോട് പറഞ്ഞതാണ്. പക്ഷെ എല്ലാം കഴിഞ്ഞപ്പോ മകളും മകനും കൂടി പറയാണ് വേണ്ട അച്ഛ ക്ലാസ് എടുക്കുക, കുറേ ആൾക്കാർ കാത്തു നിൽക്കുന്നല്ല, അത് കഴിഞ്ഞിട്ട് പോകാൻ നമുക്ക്. അത് അത്രയും എല്ലാവരും നിങ്ങൾക്ക് ഉണ്ടാവുന്ന മാറ്റം നമ്മുടെ എല്ലാവർക്കും അത് എഫക്റ്റ് ആവുന്നുണ്ട്. അത് നമ്മളെ ഒരു എന്താ പറയാ മനസ്സിൽ അത്രയും സന്തോഷം. അല്ലെങ്കിൽ ഈ ഓഫീസിൽ നിന്ന് ഓടി വന്ന് ഇവിടെ വന്ന് ഇരിക്കുന്ന അത്ര എളുപ്പമല്ല എന്നെ സംബന്ധിച്ച്. കാരണം ഇപ്പൊ ഓഫീസ് സമയമാണ് 6 മണിക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് പീക്ക് ടൈമാണ്. പക്ഷെ അവിടുന്ന് ഇവൻ എന്റെ സ്റ്റാഫുകളും പറയുന്നു 5:30 മണിയാകുമ്പോൾ സ്റ്റാഫുകൾ വന്ന് ചോദിക്കും സാറ് പോകുന്നില്ലേ, ക്ലാസ് എടുക്കാനില്ലേ, സാറ് പോകുന്നില്ലേ എന്നുള്ള അവസ്ഥയിലായി. അത് സന്തോഷം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മാറ്റം ഉണ്ടാവാൻ ഒരു കാരണമായി മാറുന്നു എന്നറിയുന്നത് അത് എനിക്കും മാറ്റം ഉണ്ടാക്കുന്നു. കൂടുതൽ സന്തോഷത്തോടെ മാറട്ടെ, എല്ലാവർക്കും ഉണ്ടാവട്ടെ, ആ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. കാര്യം പറയട്ടെ പറഞ്ഞോ ഗിരിജ. അതെ, ഞാൻ കുറെ ദിവസമായി പറയണമെന്ന് ഓർക്കുന്നത് ശരിയായ വിഷയം അറിഞ്ഞിട്ട്. സാറിന്റെ ക്ലാസ് തൃശ്ശൂരൊക്കെ വന്നിരുന്നു. അപ്പൊ ഞാൻ എന്റെ മോൻ 10ാം ക്ലാസ്സിലായിരുന്നു, CBSE ആയിരുന്നു. അപ്പൊ അവനോട് ഞാൻ പറഞ്ഞിരുന്നു മോൻ ഈ അഫർമേഷൻ ഐ ഹാവ് ഫേസ്ഡ് ദിസ് സിറ്റുവേഷൻ എന്നുള്ളത് പറഞ്ഞിട്ട് മോൻ പൊക്കോന്ന് പറഞ്ഞു. ഞാനും പ്രാർത്ഥിക്കുമായിരുന്നു. സ്കൂളില് അവന്റെ ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരിക്കണം എന്ന് SSLC ആ റിസൾട്ട് വന്നപ്പോ അവനായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ അവര് CBSEക്ക് 6 വിഷയം ഉണ്ടല്ലോ, 5 വിഷയം നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ സ്കൂളിലുള്ളവർക്ക് വേറൊരു കുട്ടിയായിരുന്നു ഫസ്റ്റ് ആവണമെന്ന് ചിന്തിച്ചോണ്ടിരുന്നത്. പക്ഷെ ഇങ്ങനെ മാർക്ക് നോക്കുമ്പോ അശ്വിനാണ് ഫസ്റ്റ്. അങ്ങനെ ആ ക്ലാസ്സിൽ ഫസ്റ്റ് അവനാണ് SSLC. അത് സാറിന്റെ പറയണം എന്നുള്ളത് ഇപ്പൊ 5 പറഞ്ഞപ്പോ ഞാൻ ഇപ്പോഴാണ് ശരിക്കും അത് കൺഫേം ആയത്. വെരി ഗുഡ്, വെരി ഗുഡ്. എനിക്ക് മെഡിറ്റേഷൻ സാറിന്റെ കയറണം എന്നുണ്ട്, പക്ഷെ എനിക്ക് കുറച്ച് പൈസ കിട്ടാനുണ്ട്. അപ്പൊ അത് കിട്ടിയിട്ട് അങ്ങനെ എന്റെ മനസ്സിൽ ചിന്തിച്ചിട്ടാണ് ഞാൻ കയറാത്തത്. അപ്പൊ ഞാൻ ഇതിലെ സാറിന്റെ എല്ലാ ക്ലാസ്സും കേൾക്കേണ്ട, ഒന്നും മുടങ്ങാണ്ട്. അതാണ് ഇത്ര നാൾ ഞാൻ ഒന്നും പറയാതിരുന്നത്. സന്തോഷം. എന്തായാലും മോന് കുഞ്ഞുമോന് അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടി എന്ന് പറയുന്നത് ഏറെ സന്തോഷമുള്ള കാര്യം. അങ്ങനെ മക്കളൊക്കെ അവനിപ്പോഴും അവന്റെ കുഞ്ഞനിയന്മാരും അങ്ങനെ തന്നെ പറഞ്ഞോണ്ട് ഇപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞോളാൻ ചെയ്യണ്ട്. സന്തോഷമുണ്ട് സാറേ. നമസ്കാരം. ഹലോ സാറേ, നമസ്തേ. ഹലോ, പറഞ്ഞോ ശാന്തി. സാറേ ഇന്നൊരു സംഭവം ഉണ്ടായി എന്റെ അടുത്ത്. ഞാൻ ഋഷികേശത്താണ്. രാവിലെ വണ്ടിക്ക് വരുന്ന സമയത്ത് ഇന്നലെ ഞാൻ പ്രജിത മേഡത്തിനോട് ഞാൻ കുബേരന്റെ വീഡിയോ ചോദിച്ചായിരുന്നു. അപ്പൊ മാഡം പറഞ്ഞു ഞാൻ ഇട്ട് തരാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് നെറ്റ് കിട്ടിയില്ല, എനിക്കത് നോക്കാനും പറ്റില്ല. ഇന്ന് ഞാൻ വണ്ടിക്ക് വരുന്ന സമയത്ത് സാറിന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയ്ക്ക് തന്നെ കുബേരന്റെ സോറി ഗിരിജ ഒന്ന് അൺമ്യൂട്ട് ചെയ്യ. സംസാരിച്ചോ. ഞാന് ഋഷികേശത്താണ് സാറേ.
അപ്പൊ ഞാൻ ഇന്ന് രാവിലെ പ്ലെയിനിന്റെ അല്ല വന്നത്, ഞങ്ങള് വണ്ടിക്കാണ് വന്നത്. അപ്പൊ ഞാൻ വണ്ടിക്ക് വരുന്ന സമയത്ത് എനിക്ക് ഉറക്കം വന്നു തുടങ്ങിയപ്പോ എന്നാ സാറിന്റെ വീഡിയോ കാണാന്ന് പറഞ്ഞ് വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോ ഇന്നലെ ഞാൻ പ്രജിത മാഡത്തിനോട് പറഞ്ഞാൽ എനിക്ക് കുബേരന്റെ വീഡിയോ ഇട്ട് തരണം, അത് എന്റെ കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞായിരുന്നു. എന്നിട്ട് മാഡം പറഞ്ഞ് ഇട്ട് തരാന്ന് പറഞ്ഞു. ഞാൻ സാറിന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ കുബേരന്റെ വീഡിയോ കയറി വന്നു. കുബേരന്റെ ആ 108 ഇതില്ലേ, ചാറ്റിംഗ് ഇല്ലേ, അത് മുഴുക്കൻ ഇങ്ങനെ കയറി വന്നു. അതുകൊണ്ട് അത് പോയി, അവിടെ നെട്ടുപോയി. ഓക്കെ ഓക്കെ, അടുത്ത ആള് പറഞ്ഞു. ഉഷാകുമാരി പറഞ്ഞു. അൺമ്യൂട്ടിയാണ്. ആ, അൺമ്യൂട്ട് ചെയ്യുന്ന എങ്ങനെയൊന്ന് അന്വേഷിക്കാണല്ലേ. അല്ല ശരിയാകുന്നില്ല ചെയ്തിട്ട്. ഇപ്പൊ ശരിയായി, ഇപ്പൊ ശരിയായി. ഇനി എവിടെ പോകണം? ഇപ്പൊ ശരിയായി. അല്ല, മോളെ കൊണ്ടത് അൺമ്യൂട്ട് ചെയ്യിക്കാൻ പോലെ. കാരണം ഞാന് ഭയങ്കര സന്തോഷത്തോടെ ഒരു കാര്യം പറയാം. കുഞ്ഞിന്റെ ആണെങ്കിൽ MRIയുടെ റിസൾട്ട് വന്നായിരുന്നു. അപ്പൊ ഞങ്ങള് ഡോക്ടേഴ്സ്, ഞാനിന്ന് വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു അഡ്മിനെ. ഡോക്ടർമാരോട് ചോദിച്ചപ്പോൾ വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്നാ പറഞ്ഞത്. ഇന്നലെ ഞാൻ മെഡിറ്റേഷൻ ഇരുന്നപ്പോഴും ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക്. സങ്കടം കൊണ്ട് ഞാൻ കരയുമായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ സാറിന്റെ ആ മിറാക്കിൾ മോർണിംഗ് എന്ന് പറയുന്ന അതിനകത്തെ ആ കഥ, സത്യത്തിൽ അത് ഞങ്ങളുടെ കഥ തന്നെയാ സാറ് പറഞ്ഞത്. സാറ് ആ കഥ വായിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ഏത് ഡോക്ടർ പറഞ്ഞാലും ആര് പറഞ്ഞാലും എന്നെ യൂണിവേഴ്സ് നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, സാറ് ഉണ്ടെങ്കിൽ എന്റെ കുഞ്ഞിന് കാഴ്ച തിരിച്ചു കിട്ടുമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നു സാർ. ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നു. നന്ദി. ഒരു മിറാക്കിൾ അവിടെ നടക്കട്ടെ ഉഷ. നിങ്ങൾ അത് എന്നോട് പറഞ്ഞ അന്ന് മുതൽ എന്റെ മനസ്സിൽ ആത്മാർത്ഥമായിട്ടുള്ള ചിന്തയാണ്, എന്ന് ആ മിറാക്കിൾ അവിടെ സംഭവിക്കും. ആ മിറാക്കിൾ സംഭവിക്കണം, അവിടെ സംഭവിക്കണം എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് എപ്പോഴുള്ളത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര അതിശയം തോന്നി. സാറ് ഞങ്ങളുടെ കാര്യം തന്നെ ഇന്നലെ ഞാൻ ആ മെഡിറ്റേഷൻ സമയത്ത് ഒരുപാട് വിഷമിച്ച് ഈ കാര്യം ഓർത്ത്. എന്നിട്ട് രാവിലെ നമ്മൾ ഇത് നോക്കുമ്പോ ഇത് തന്നെ വന്നല്ലോ എന്ന് അറിഞ്ഞപ്പോ സാറിന് ഒരു ഭയങ്കര അത്ഭുത ശക്തി തന്നെയുണ്ട്. അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. കുഞ്ഞുമോൻ എങ്ങനെയെങ്കിലും ഇപ്പൊ അവനെ ചെറുതായിട്ട് ഇങ്ങനെ അവര് നടത്തിയൊക്കെ, ഇങ്ങനെ കാല് വെച്ച് ചെരുപ്പിട്ട് ഇങ്ങനെ ചെറുതാ നടത്തി സ്റ്റെപ്പ് വെച്ച് തുടങ്ങിച്ചു. തലയൊക്കെ ഉറച്ചു. ഇനി കുഞ്ഞിനെ ഒരു മിനിറ്റ് മിറാക്കിൾ സംഭവിക്കട്ടെ. നമ്മൾ എല്ലാവരുടെയും എപ്പോഴുള്ള പ്രാർത്ഥനയാണ് മിറാക്കിൾ സംഭവിക്കട്ടെ. അങ്ങനെ സംഭവിക്കാൻ തന്നെ ഞാൻ കണ്ടു, അന്ന് തന്നെ നമ്മൾ കണ്ടതാണ്. സംഭവിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ കേസുകൾ ഇങ്ങനെ മിറാക്കിൾ സംഭവിച്ചിട്ടുണ്ട്. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സർവേശ്വരന്റെ ശക്തി അവിടെ അവനിൽ ഉണ്ടാവട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. എല്ലാം അവിടത്തേക്ക് ഏൽപ്പിക്കുക. അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു മിറാക്കിൾ നടത്തി തരിക തന്നെ ചെയ്യും. ഓക്കെ, ശരി. അപ്പൊ ഒന്ന് നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, ഇനി ആരുമില്ലല്ലോ. ദിശ മനോജൻ എന്തും പറയണ്ടോ? സർപ്രൈസ് സാർ, എന്റെ ടാർജറ്റിൽ ഒന്നായിരുന്നു KSFE ചിട്ടിയില് 12% നേട്ടം കൈവരിക്കുന്നത്. അപ്പൊ ഒരു ചിട്ടി തുടങ്ങിയതില് 12% ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അതെ. താങ്ക് യു സാർ. ഇരുത്തി കയറ്റിയതാ. അത് 12 തന്നെ, ഒരു മാറ്റമില്ല അല്ലെ? അതെ. ആഹാ, അത് ഇപ്പൊ തന്നെ ഇത്രയും പെട്ടെന്ന് റിസൾട്ട് കിട്ടിയാൽ ഏറ്റവും സന്തോഷം. താങ്ക് യു സാർ. ഇനി അടുത്ത എന്താ? ഓരോ ചിട്ടിയിലും 12%. ഓരോന്നിലും വേണം, ഓരോന്നിലും പിടിച്ചോളൂ കേട്ടോ. ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ ഇല്ലാത്തവർക്ക്, ഇവിടെ അനുഭവിക്കാത്തവരോട് പറയാം. ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷനിൽ സെറ്റ് ചെയ്തവർ ആർക്കും ലഭിക്കാതിരുന്നിട്ടില്ല. മറ്റു ചിലവർ കുറച്ച് ലോങ് ടൈം സെറ്റ് ചെയ്തുകൊണ്ട് ഇല്ല, ഇൻസ്റ്റന്റ് സെറ്റ് ചെയ്തവർക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. ആർക്കും ലഭിക്കാതിരുന്നിട്ടില്ല. ബാക്കിയെല്ലാം കുറച്ച് ലോങ് ആയിട്ട്, പലരും ലോങ് വിഷനിലാണ് സെറ്റ് ചെയ്തത്. പെട്ടെന്ന് സെറ്റ് ചെയ്തവർക്ക് എല്ലാവർക്കും ഭയങ്കര നല്ല മാറ്റങ്ങൾ, നല്ല കാര്യങ്ങൾ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. നമ്മുടെ മറ്റൊരു കോഴ്സാണ് ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ. സാധാരണ ലോ ഓഫ് അട്രാക്ഷനിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റാത്തതിനെ ഹിപ്നോസിസത്തിലൂടെ പ്ലാൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത പുതിയ ബാച്ച് കുറച്ചുപേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അവരിവിടെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, തുടങ്ങാത്തത് കുറച്ചും കൂടി ആൾക്കാരാവട്ടെ എന്ന് കരുതിയിട്ടാട്ടോ. നിങ്ങൾക്ക് ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ് തുടങ്ങാത്തത് ആൾക്കാരായി കഴിഞ്ഞിട്ട് തുടങ്ങാന്നുണ്ട്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ അങ്ങനെയുള്ള താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ. പെട്ടെന്ന് ചെയ്തോളൂ. ഇപ്പോ ജിഷ പറഞ്ഞതുപോലെ ഉള്ള മിറാക്കിൾ നടക്കാനായിട്ട്. ഓക്കെ, മല്ലികക്ക് എന്താ പറയാനല്ലേ? സാറേ, ഞാൻ ഇന്നലെ 6-9 എഴുതി കയ്യിൽ കിടക്കാൻ നേരത്ത്. ഞാൻ
സാർ ഇവിടെ മഴപ്പാറ്റ വരുന്നുണ്ട്, ബൾബിന്റെ ചുറ്റും ഒരു സൈസ് പാറ്റ ഇങ്ങനെ വരുമായിരുന്നു. അത് മേത്ത് വീഴുക അവിടെ ഇരിക്കുമ്പോ. അപ്പൊ ലൈറ്റ് ഒക്കെ ഓഫ് ആക്കിയിട്ടാണ് ഞാൻ ഇരുന്നത്. ഇപ്പൊ ഞാൻ എന്റെ ബെഡിൽ വന്നിരുന്ന സാറിന്റെ ആ വീഡിയോ കണ്ടത്, ആ ലൈവ് ക്ലാസ് കണ്ടത്. അപ്പൊ ഞാൻ 6-9 എഴുതി. ഞാൻ മെഡിറ്റേഷൻ രാവിലെ ചെയ്ത് എനിക്ക് തൃപ്തിയായില്ല. അപ്പൊ ഞാൻ വൈകുന്നേരം ഒന്നുകൂടെ ചെയ്തു. ചില ദിവസം രാവിലെ വൈകിട്ട് ഞാൻ ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ ഒരു 1/4 മണിക്കൂറോളം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഈ 6-9 എഴുതി കിടന്ന് നാളെ എനിക്കൊരു 10,000 രൂപ ബിസിനസ് കിട്ടണമെന്ന്. സാറ് ഇന്ന് അപ്രതീക്ഷിതമായിട്ട് രാവിലെ എണീറ്റപ്പോ എനിക്ക് തോന്നി കുറച്ച് ഇന്ന് പോകണ്ട, നാളെ പോകാം, നാളെ ഞായറാഴ്ചയാണല്ലോ, നാളെ പോകാം, അല്ലെങ്കിൽ മറ്റന്നാൾ പോകാന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ എന്നെ ഒരു കസ്റ്റമർ വിളിച്ചു, എന്തേ ഈ മാസം വരാത്തേന്ന് ചോദിച്ചോണ്ട്. അപ്പൊ ഞാൻ പോയി, സാറേ എനിക്ക് 10,500 ബിസിനസ് കിട്ടി. 6 പേര് ചേർന്നു 10,500. അത് അന്നേരം ഒന്ന് ഞാനിത് എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ വന്നു. പക്ഷെ ഇതാണ് എന്നുള്ളത് എനിക്ക് അങ്ങ് കത്തിയില്ല. ഇവിടെ വന്ന് ഞാൻ ഇപ്പൊ നാമം ജപിച്ചൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇങ്ങനെ തോന്നണത്, അതായിരുന്നു അതിന്റെ ഇതെന്ന്. എന്നിട്ട് ഞാൻ പ്രസിദ്ധ മേഡത്തിനോട് വോയിച്ചിട്ട് പറഞ്ഞിരുന്നു. അപ്പം സാറിനോട് പറയാൻ വേണ്ടിയായിരിക്കും അതെന്നെ ഓർമ്മിപ്പിച്ചത്. അപ്പൊ പ്രപഞ്ച ശക്തികൾ എന്തായാലും അത് ഇന്നലെയാണ് എനിക്ക് സംഭവിച്ചോണ്ടിരിക്കുന്നത്. ഇന്നലെ ഇത് പറയുന്നതിന്റെ ഇടയിൽ പറഞ്ഞത് സാറേ മഴപ്പാറ്റിനെ പറ്റിയിട്ടാ പറഞ്ഞത്. ഇന്നലെയും പറഞ്ഞ മഴപ്പാറ്റിനെ പറ്റി തന്നെ. ഏതായാലും ഒരു കാര്യം ചെയ്തു, ഇതേ സാധനം ഇന്ന് എഴുതിയിട്ട് ആ മഴപ്പാറ്റൊക്കെ എഴുതിക്കോ, നാളെ മുതൽ മഴപ്പാറ്റ ഉണ്ടാവരുത്. അത് മഴ, അത് പ്രകൃതിയുടെ, അത് സാറേ അങ്ങനെ പറയല്ല, പ്രകൃതിയുടെ അവരും പ്രകൃതിയുടെ അവകാശികളാണല്ലോ, ഭൂമിയിലെ അവകാശികളാണല്ലോ. ഞാൻ ചിന്തിച്ചാണ് സാർ, അവര് മഴ ആ തണുപ്പ് സമയത്ത് വരും എന്ന് പറഞ്ഞു. അപ്പൊ ഇല്ല, ലൈറ്റ് ഇട്ടാലേ വരുള്ളൂ. അപ്പൊ ലൈറ്റ് ഒക്കെ ഓഫ് ആക്കി പുറത്ത് ലൈറ്റ് ഇട്ട് വെച്ചു. അതിന്റെ വെളിച്ചം ഇങ്ങനെ ജനലിൽ കൂടെ വരുന്നുണ്ട്. അതെനിക്ക് വലിയ വിഷയം സാർ. എനിക്ക് മിറാക്കിൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇന്നലെ ഞാൻ പറഞ്ഞ ഒരു സംഭവം, മഴയത്ത് ഞാൻ നമ്മുടെ ഒപ്പനോ പറഞ്ഞു, മഴ നിന്നു പെട്ടെന്ന്. എനിക്ക് ഭയങ്കര അത്ഭുതം, എന്റെ മനസ്സ് മുഴുവൻ ആഹ്ലാദത്തിലായിരുന്നു. എന്താ അറിയില്ല. ഇവിടെ വന്ന് കേറിയത്, വീട്ടിലെത്തിയിട്ട് ഇഷ്ടംപോലെ പെയ്തോ, ഇടിയും വെട്ടി പെയ്തോ, വേണേ മിന്നലും ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല, അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ചു. പക്ഷെ ഇവിടെ കേറി വന്നതും ആ ഒരു 10-15 മിനിറ്റ് മഴ ഉണ്ടായില്ല. പറഞ്ഞ് പെട്ടെന്ന് നിന്നു മഴ. പിന്നെ ആ 10-15 മിനിറ്റ് മഴ നിന്നു. ഞാൻ വീട്ടിലെത്തി, മഴ പെയ്തു, തീമർത്ത് പെയ്യുമായിരുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കര അത്ഭുതം. എന്റെ പ്രപഞ്ചം എന്നെ സ്വീകരിച്ചിട്ടുണ്ടാവും. താങ്ക് യു സാർ, താങ്ക് യു. സാറിന് എപ്പോഴും നന്ദി പറയുന്ന കൂട്ടത്തിൽ സാറിനെ ഓർക്കാറുണ്ട്. അമ്മ, അച്ഛൻ, ഗുരുക്കന്മാർക്കൊക്കെ നന്ദി പറയുന്നു. എപ്പോഴും ഞാൻ സാറിനെ ആദ്യം വരിക എന്റെ മനസ്സിൽ. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. നിഷ എന്താ പറയാനുള്ളത്? നിഷ ഇല്ലല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ. ലിജിയാണ് അമ്പലപ്പുഴ. സാറേ, കഴിഞ്ഞ ദിവസം പോസ്റ്റേഴ്സ് വരുമ്പോ 1:30 ഞാൻ പോസ്റ്റേഴ്സ് വീട്ടിലേക്ക് വരുമ്പോ എല്ലാവരും ഈ മഞ്ഞ ചിത്രശലഭത്തിന്റെ കാര്യം പറഞ്ഞെങ്കിലും എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഞാൻ ആ നട്ടുച്ച വെയിലത്ത് വരുമ്പോ എന്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ 2 മഞ്ഞ ചിത്രശലഭം എന്റെ വണ്ടിയിലേക്ക് വന്നു. ഇനി വണ്ടി തട്ടുമോന്ന് കഴിഞ്ഞാൽ ഞാൻ പതുക്കെ സൈഡിലേക്ക് നീക്കി. അപ്പൊ സത്യത്തിൽ എനിക്ക് എന്താ, നിന്റെ ശരീരം മൊത്തം ഒന്ന് കുളിർന്നു. എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. സത്യത്തിൽ എനിക്ക് പിന്നീട് ഏത് വണ്ടി എന്റെ ഫ്രണ്ടിൽ പോയാലും അതിലെല്ലാം ഏഞ്ചൽ നമ്പറാണ് ഞാൻ കാണുന്നതല്ല. എനിക്ക് ശരിക്കും അതിശയം, സന്തോഷം, എന്താ എനിക്ക് പറയേണ്ടതെന്ന്. അപ്പം ഞാൻ ഈശ്വരൻ എനിക്ക് മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടല്ലേ സാറേ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു സന്തോഷം ഉണ്ടായി എനിക്ക്. നമുക്ക് 70 മറ്റേ കംപ്ലീറ്റ് ഓഡി എല്ലാം മറ്റേ ഇതെല്ലാം അടച്ചു തീർക്കണ്ടേ? RD എല്ലാം അടച്ചു തീർക്കണ്ടേ? തീർച്ചയായും വേണം സാർ. ഇപ്പൊ നമ്പറുകൾ, മാജിക് നമ്പറുകൾ, ഇങ്ങനെ മാജിക് നമ്പറുകൾ നിങ്ങൾ ഈസി ആയിട്ട്, നിങ്ങൾ പറഞ്ഞ വളരെ വലിയ കാര്യമാണ്. മാജിക് നമ്പറുകൾ കാണാൻ തുടങ്ങിയാലുണ്ടല്ലോ പിന്നെ ജീവിതത്തിൽ വെച്ചടി കയറ്റം തന്നെയാണ്, യാതൊരു തർക്കവും. വെച്ചടി കയറ്റാണ്. ഞങ്ങള് പലപ്പോഴും ഇങ്ങനെ പറഞ്ഞ പോലെ ഞാനും അഡ്മിനും എന്റെ വീട്ടിലൊക്കെ ഞങ്ങളൊക്കെ സർപ്രൈസ് ചെയ്തിരുന്നു പോയിട്ടുണ്ട് പലപ്പോഴും. എങ്ങനെ ഇങ്ങനെ എന്ത് ചെയ്തിട്ട് എത്ര തിരക്ക്, ഓഫീസിലൊക്കെ എത്ര തിരക്ക് ഇട്ട് കഴിഞ്ഞിട്ടും പെട്ടെന്ന് ആ 11:14 ഒന്നിക്കലൊരു കോള് വരും, അല്ലെങ്കിൽ മെസ്സേജ് വരും. ആ ടൈം കൃത്യം കറക്റ്റിന് അവിടെ 11:11. എനിക്ക് ഏറ്റവും വേണ്ടത് 11:11, 2:02, ഉച്ചയ്ക്ക് ശേഷമാണ് 2:22, 3:33, 4:44. ഇതൊക്കെ മൊബൈൽ ആ സമയത്ത് കോള് വരും, അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരും. ഭയങ്കര സർപ്രൈസിങ് ആണ്. അതുകൊണ്ട് ഭയങ്കര രാവിലെ ഓരോ കാര്യത്തിൽ ഞാനിനി എനിക്ക് തോന്നുന്നത് ഞാൻ സിംഗിൾ വീഡിയോ, ചെറിയ വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ തരാൻ ശ്രമിക്കാം. ഈ ന്യൂമറോളജിയുടെ ഒരു സ്പെഷ്യൽ ഇതുണ്ട്. അതായത് നമ്മുടെ ആരോഗ്യത്തെ പോലും മാറ്റാൻ
നമ്പറുകൾ എഴുതുന്നതിലൂടെ സാധിക്കുന്നുള്ളതാണ്. അതൊന്ന് ശരിക്കൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ നിങ്ങൾ. ഞാൻ കുറച്ച് സമയമെടുത്ത് ചെയ്തു തരാം, അത് നിങ്ങൾക്ക് സമയമെടുത്ത് പഠിപ്പിച്ചു തരാം. നമ്മൾ ആ നമ്പറുകൾ എഴുതുന്നതിനോട് വലിയ മാറ്റം ഉണ്ടാക്കാൻ സാമ്പത്തിക സ്ഥിതി. ഞാൻ അടുത്തൊരു ദിവസം ഒരു മാട്രിക്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം, എഴുതുന്ന മാട്രിക്സ്. അത് എഴുതിയിട്ട് നിങ്ങളൊന്ന് എഴുതി, ഒരു യന്ത്രമാണത്. എനിക്കതിന് ബാക്കിയുള്ള വശങ്ങളൊന്നും ചോദിക്കരുത്, എങ്ങനെ എന്ത് എന്നൊന്നും ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല, പറയാൻ ഞാൻ ഒട്ടും താല്പര്യപ്പെടുന്നില്ല. പക്ഷെ ഇത് ചെയ്തു വെച്ച് നോക്ക്, ആ ബാഗിനകത്ത് കാശ് ഒരിക്കലും കുറയില്ല എന്നുള്ളത് വളരെ 100% കറക്റ്റുള്ള ഒരു യന്ത്രമാണ്. അതൊക്കെ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്സുകളാണ്. ഇത്തരം ടെക്നിക്സുകൾ ഉണ്ട്, അതൊക്കെ കുറച്ച് നമുക്ക് ചെയ്തു തരാം. പക്ഷെ ഇതെല്ലാം ഈ സമയത്തിന്റെ ഒരു വിഷയം കൂടി നമ്മളിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും നിങ്ങളെല്ലാം കാത്തിരിക്കുക, കാണാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഞാനൊരു കാര്യം പറയട്ടെ സുധാ പറഞ്ഞു. സാറേ, സുധിയാണ് സാറേ. പിന്നെ ഞാനിപ്പോ ഇരിക്കുന്നിടത്ത 2 ദിക്കിലും 9 ഉണ്ട്, ട്രിപ്പിൾ 9. പിന്നെ ഞാൻ 2020 ആദ്യമായിട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. അതിനു മുമ്പേ ഒരു ക്ലാസ് കണ്ട് അത് ഇങ്ങനെ എനിക്ക് വിശ്വാസം വന്ന് ഇങ്ങനെ കണ്ടതാണ്. അപ്പൊ അന്ന് 2020 കയറിയപ്പോ എനിക്ക് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിള്ളേരെല്ലാം ഇതിലെ ഒച്ച വെച്ചിട്ട് ഇതാക്കിയിട്ട്. ഇപ്പൊ പെട്ടെന്ന് ഞാൻ അന്ന് വേറെ എന്തൊക്കെയാ എഴുതിയ, എന്നേരം ഞാൻ മനസ്സിൽ കരുതി എനിക്ക് വേഗം തന്നെ വീടിന്റെ മുകളിൽ ഒരു റൂമെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ട് ചെയ്യാറോ എന്നല്ല. അപ്പൊ മറ്റന്നാൾ തൊട്ട് തിങ്കളാഴ്ച തൊട്ട് വീട്ടിന്റെ മുകളിൽ എടുക്കാൻ തുടങ്ങുവാണ്. പ്രതീക്ഷിക്കാതെ ആയിരുന്നു സാറേ, എല്ലാം പെട്ടെന്ന്. അമ്മയുടെ ഒരു സ്ഥലം വിറ്റിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് 5.5 ലക്ഷം രൂപ കിട്ടി. ബാക്കി ഇച്ചിരി കടാക്കണം, പണിയൊന്നും തീർക്കേണ്ട പൈസ കയ്യിലില്ല. എങ്കിലും അതും കൂടെ 7.5 ലക്ഷത്തിന് ഇപ്പം കരാർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ മറ്റന്നാൾ തൊട്ട് അതിന്റെ പണി തുടങ്ങുവാണ്. പ്രതീക്ഷിക്കാതെ ഞാൻ മെഡിറ്റേഷൻ. ഒരു മിനിറ്റ്, പറഞ്ഞത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പറഞ്ഞത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ മുൻകൂറായിട്ട് കടമുണ്ടാവുമെന്ന് തീരുമാനിക്കണം. സാറേ, അത് 2.5 ലക്ഷം ആയിക്കോട്ടെ, നിങ്ങൾ ഞാനൊരു കാര്യം, ഞാൻ ഇത്രയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും പഠിപ്പിച്ചു തന്നിട്ട് നിങ്ങൾ തിരുത്താത്ത കാര്യമുണ്ട്. പണ്ടേ നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന കാര്യം. 5 ലക്ഷം രൂപക്ക് 7 ലക്ഷം രൂപ കോൺട്രാക്ട് കൊടുത്താലും പണം വിവിധമായ മാർഗങ്ങളിലൂടെ നമുക്ക് വരുമെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോ കടം എടുക്കേണ്ടി വരുന്ന മുൻകൂട്ടി തീരുമാനിച്ചാൽ പിന്നെ നിങ്ങൾ കടം എടുക്കുക, ഒന്നും പറയാൻ. എത്തിക്കോ, മെഡിറ്റേഷൻ എല്ലാം ചെയ്ത് ഞാൻ അത് എത്തിക്കും. കിട്ടും. കടം മേടിക്കാതെ ശരിയാ, കടം ശരിയാവും. താങ്ക് യു സാർ. കറന്റ് ശക്തികൾക്ക് എല്ലാവർക്കും നന്ദി. സജീവ് പറഞ്ഞു. സജീവ് പറ. സജീവ് പറ. സാറേ, ഏഞ്ചൽ നമ്പേഴ്സ് ഞാൻ ഒരുപാട് കാണാറുണ്ട്. പിന്നെ അത് കൂടെ ഞാൻ ഇന്നലെ പറയാൻ വന്നത്, ഇന്നലെ നമ്മളില്ല ഇത് ചെയ്തോണ്ടിരുന്നില്ലേ സാറേ, മെഡിറ്റേഷൻ ചെയ്തില്ല നമ്മൾ ഇന്നലെ. ആ ചെയ്തോണ്ടിരുന്ന സമയത്ത് നമ്മൾ ഈ പച്ചക്കുതിര അല്ല, പക്ഷെ പച്ചയ്ക്ക് വേറൊരു കളറാണ്, ഒരു കാപ്പിപ്പൊടി കളർ പോലെ. അത് എന്റെ മുമ്പിൽ വന്ന് കിടക്കുമായിരുന്നു, വന്ന് അങ്ങോട്ട് ആടുന്ന് ഇങ്ങോട്ട് ആടുന്ന്. അതെന്ത് സാറേ ആ സമയത്ത് തന്നെ? എന്താണ് പച്ചക്കുതിര? സാറ് പച്ചക്കുതിര എന്ന് പറയാം സാറ്, നമുക്ക് എന്ത് നല്ലത് വരും എന്നുള്ളതല്ലേ പറയുന്നത്? മറ്റേ തത്തമുള്ളു. ആ, ഇവിടെ പച്ചക്കുതിര എന്നാ സാറേ പറയുന്നത്. പച്ച കളർ കുതിര ഉണ്ടോ എന്ന് വിചാരിച്ചു. കുതിരകള് പുൽച്ചാടി പലതും ഉണ്ടല്ലോ. ഇനിയിപ്പോ പച്ച കളർ കുതിര ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ഇല്ല, ഞാൻ പറയട്ടെ ഒരു മിനിറ്റ്. എന്റെ തലയിൽ ആദ്യം പോയതുണ്ടല്ലോ, എന്നാ പിന്നെ പച്ചക്കളർ കുതിരയെ കൊണ്ട് ഒരു ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക് കണ്ടുപിടിച്ചാലോ എന്ന് വിചാരിച്ചാൽ ഞാൻ ആദ്യം. എന്താണ് വന്നിട്ട് എന്ത് സംഭവിച്ചു? കുറെ നേരം ഓരോരുത്തർ എനിക്ക് ഇരുന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് ചാടും, അങ്ങോട്ട് ഇങ്ങോട്ട് ചാട്ടുമായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ പോവുകയും ചെയ്തു. സജീവൻ, നീ എന്ത് വർത്താനം പറഞ്ഞു എന്റെ കയ്യിൽ നിന്ന് തല്ല് മേടിക്കാൻ വേണ്ടി പറയും. അത് തീരുമാനിച്ചറിയാം എല്ലാ സമയത്തും. ഇത് കേൾക്കാൻ നോക്കൂ, പറഞ്ഞു ശ്രദ്ധിക്കൂ. 17 സെക്കൻഡിന്റെ മെഡിറ്റേഷൻ ചെയ്യുകയാണ് ഇവിടെ. ഫുൾ ഫോക്കസ്ഡ്. 17 സെക്കൻഡേ ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഫുൾ ഫോക്കസ് ചെയ്തിരിക്കുന്ന ആള് മുമ്പിലുള്ള ഇത് പുൽച്ചാടി എങ്ങനെ ഇത് കഴിഞ്ഞ പൂർത്തിയായി കഴിഞ്ഞല്ലോ, അതിനുശേഷം. പക്ഷെ പറഞ്ഞത് എന്താ? ഇപ്പൊ എല്ലാരും കേട്ടതല്ലേ? എന്താ പറഞ്ഞത്? ഞാൻ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സാറേ, അപ്പോഴാണ് ഇത് വന്നത് എന്നല്ലേ പറഞ്ഞത്? അല്ല, ചെയ്ത് കഴിഞ്ഞ് നമ്മള് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ ചെയ്ത് ശേഷമുള്ള കാര്യമായിരുന്നു.
നീ വോയിസ് മെസ്സേജ് അയച്ചാൽ മതി എനിക്ക്. സാറേ എനിക്ക് സംസാരിക്കാൻ എന്ത് കാരണം എന്നുള്ള ഞാൻ ചോദിച്ചത് സാറിനോട്. എന്തെങ്കിലും അതിൽ അറിയില്ല കേട്ടോ, നമുക്കത് പഠിക്കണം, പഠിച്ചു പറയട്ടെ, അറിയില്ല. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം കേട്ടോ. താങ്ക് യു മതി. ഓക്കെ, അപ്പോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. വൺസ് അഗൈൻ വെൽക്കം എവരി വൺ. നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സെഷനിലേക്ക് കിടക്കാം. ലോ ഓഫ് അട്രാക്ഷന്റെ ഒരു ടെക്നിക്ക് നിങ്ങളെ പഠിപ്പിക്കുകയാണ്. ഇത് നിത്യജീവിതത്തിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ള ടെക്നിക്കാണ്. അപ്പൊ അതിനു മുമ്പ് നമ്മൾക്കൊരു ക്യാപ്സൂൾ കഴിക്കണ്ടേ? അത് കഴിച്ചാലല്ലേ നമുക്കൊരു ഉഷാറുണ്ടാവും, എനർജി ഉണ്ടാവും അല്ലെ? എടുത്തോളൂ, പെട്ടെന്ന് എടുത്ത് കഴിച്ചോളൂ. ടക്ക് 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 1 2 3 4 5 200 ആൾക്കാർ പെട്ടെന്ന് കഴിച്ചോളൂ, ഒട്ടും കുറക്കണ്ട. ഇത് പറഞ്ഞപ്പോ അതിന്റെ ഇടയിൽ മറ്റൊരു കാര്യം പറഞ്ഞു പോകാം. നിങ്ങൾ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലെല്ലാം ഉണ്ടല്ലോ അല്ലെ? നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ഒരുപാട് ആൾക്കാർ വാട്സപ്പിൽ നിന്നും നിങ്ങളുടെ നമ്പർ എടുത്ത് വിളിക്കുന്നുണ്ടാവാം, പല കാര്യങ്ങൾക്ക് വേണ്ടി വിളിക്കുന്നുണ്ടാവും, പല ഓഫറുകൾക്കെല്ലാം വിളിക്കുന്നുണ്ടാവും. അതിൽ നമുക്ക് യാതൊരു തരം ഇൻവോൾവ്മെന്റും ഇല്ല എന്നൊന്ന് മനസ്സിലാക്കുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളെ സെക്യൂർ ചെയ്യുക എന്നുള്ള. അപ്പൊ അതിനനുസരിച്ച് ഞാൻ വേറൊരു കാര്യം ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എത്രത്തോളം അറിയുമെന്ന് എനിക്കറിയില്ല. ഒന്ന്, നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട വെച്ചാൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ മാത്രം നിൽക്കുക. ഹാപ്പിനെസ് മാസ്റ്ററി എന്ന് പറയുന്ന എന്റെ തലയുള്ള ഒരു ഗ്രൂപ്പിൽ മാത്രമേ നിൽക്കാവൂ. മറ്റെല്ലാം അങ്ങനത്തെ കുറെ എണ്ണത്തിൽ നിങ്ങൾ ഉണ്ടാവും. എന്റെ ലോഗോ ഉള്ള കുറെ എണ്ണത്തിൽ ഉണ്ടാവും. അതിലെല്ലാത്തിലും നിൽക്കാതെ ഒന്നിൽ മാത്രം നിൽക്കുക. അപ്പോൾ കുറെ നിങ്ങൾക്ക് വരുന്ന മെസ്സേജുകൾ കുറയും. പിന്നെ നിങ്ങൾ പങ്കെടുക്കുന്ന ക്ലാസ്സിൽ അത് വേറെയാണ്. ഈ ഹാപ്പിനെസ് മാസ്റ്റർ എന്നുള്ള പിങ്ക് കളർ അല്ല, ഇത് പർപ്പിൾ കളറുള്ള എന്റെ ലോഗോ ഉള്ള ആ ഒരു ഗ്രൂപ്പിൽ നിന്നാൽ മതി. പിന്നെ രണ്ടാമത് നമുക്ക് വേറൊരു സംഭവമുണ്ട്. വാട്സപ്പില് നിങ്ങൾക്ക് എന്താ പറയാന്, നമ്മുടെ ഗ്രൂപ്പൊന്നും ഇല്ല. നമുക്ക് അതിന്റെ പേരെന്താണ്, പെട്ടെന്ന് മറന്നു പോയല്ലോ, എന്താണ് പറയാ, കമ്മ്യൂണിറ്റിയിൽ മാത്രമാണെങ്കിൽ നിങ്ങളുടെ നമ്പർ വേറെ ആർക്കും കിട്ടൂല. അപ്പൊ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഞാൻ എല്ലാത്തിലും കമ്മ്യൂണിറ്റി ലിങ്ക് ഇന്ന് എല്ലാ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പൊ നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ, ജോയിൻ ചെയ്താൽ നിങ്ങളുടെ നമ്പർ മറ്റാർക്കും കിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് നമ്മൾ അയക്കുന്ന മെസ്സേജുകളെല്ലാം കിട്ടും, കമ്മ്യൂണിറ്റിക്കകത്ത് കിട്ടും. ഇപ്പോൾ ഉള്ള ഗ്രൂപ്പിലല്ല. തീരെ അതിനെപ്പറ്റി അറിയാത്തവർ അതിന് ശ്രമിക്കേണ്ട, അറിയുന്നവർ അതിൽ പോയിന്റ് ചെയ്തോളൂ. അപ്പൊ ഞങ്ങളുടെ നമ്പറുകൾ മറ്റുള്ളവർക്ക് കിട്ടാതെ സൂക്ഷിക്കാൻ പറ്റും. ഇതൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ആയാലോ, ക്യാപ്സൂൾ കഴിച്ചത് എല്ലാവരും പെട്ടെന്ന് അയച്ചോളൂ. യെസ് പറട്ടെ. യെസ്, കോൾ നിങ്ങൾ എടുക്കാതിരിക്കുക ചെയ്തോളൂ. അത് ചില ഒരാൾ അവരവരെ ജീവിതമാണല്ലോ വിളിക്കുന്നത്. ഞാൻ അതിനൊന്നും ഇത് പറയല്ല. ചില ആൾ ചില ഓഫർ പറയാനായിരിക്കും, ചില ആൾ അവർക്ക് കസ്റ്റമർ കിട്ടാനായിരിക്കും. എല്ലാവരും ജീവിതം ഇങ്ങനെ തന്നെയല്ലേ. അപ്പൊ നമ്മൾ ആരെയും ഇതാക്കി പറയാനൊന്നുമില്ല. നമ്മളെ കോഴ്സുകൾ വിൽക്കാനായിട്ട് ആരും നമ്മൾ വിളിക്കാറില്ല. പക്ഷെ ഇപ്പൊ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്തായാലും കൊച്ചിയിൽ വരണം, എല്ലാവരും കാണണം അല്ലെ? ഞാൻ എന്റെ കോഴ്സുകളൊക്കെ വാങ്ങിക്കണം, എടുക്കണം. അപ്പോഴേ എനിക്കും കാശുണ്ടാവുള്ളൂ, അപ്പോഴേ നിങ്ങളെ മുമ്പിൽ ചിരിച്ചോണ്ടിരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളൊക്കെ തരുന്ന പലതുള്ളി എനിക്ക് പെരുവെള്ളമാകും. അതുകൊണ്ട് കുറക്കണ്ട ആരും. കാരണം നല്ല കുറച്ചും കൂടി ഇനിയിപ്പോ കോട്ടൊക്കെ കുറച്ച് പഴയതാ, ഇതൊക്കെ മാറ്റണ്ടേ? പഴയതിന് ഇട്ടിരിക്കാൻ പറ്റില്ല. പുതിയ കോട്ടൊക്കെ വാങ്ങിക്കണം, കാശ് വേണം. അത് നിങ്ങൾ തന്നിട്ട് തന്നെ വേണം അല്ലേ? എന്റെ ശമ്പളത്തിന് കാശ് എടുത്തിട്ട് ഞാൻ കോട്ട് മേടിച്ച് കൊണ്ടിടുന്നത് ശരിയാണോ? ഇല്ല, ഇതിപ്പോ ഞാൻ എന്റെ ശമ്പളത്തിന് മേടിച്ച കോട്ടാണ്. പക്ഷെ ഇനിയല്ല, ഇനി നിങ്ങൾ തരണം. ഓക്കെ, ഇങ്ങനെ എളുപ്പത്തിൽ ക്ലാസ് ഇങ്ങനെയാണ് വിൽക്കുക നമ്മൾ. അല്ല, നമ്മൾ ഇത്ര ക്ലാസ് എന്നൊന്നും പറയില്ല. നിങ്ങൾക്ക് മാറ്റം ഉണ്ടാക്കാനുള്ള ക്ലാസ്സുകൾ ഞാൻ തരാം, പകരം നിങ്ങൾ എനിക്ക് കാശ് തരണം. ശരി, അപ്പോ നമുക്ക് തുടങ്ങാം. ഒന്നുകൂടി, ജീവിതത്തിൽ ഒരു പാരഡൈം ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള അവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് മാറാൻ നിങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നതാണെങ്കിലോ അല്ലെങ്കിൽ വേണമെന്നോ ആഗ്രഹിക്കുന്നയാള്, അവർക്കത് നിത്യജീവിതത്തിൽ ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു ടെക്നിക്കാണ്. അതായത് നിലവിലുള്ള അവസ്ഥയെ പറ്റി പൂർണ്ണ ബോധ്യമുള്ള ഒരാളും എനിക്ക് എങ്ങോട്ട് പോകണമെന്ന് കൃത്യമായ ബോധ്യ ലക്ഷ്യമുള്ള ഒരാൾക്കും ആ ആൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ ലളിതവും ഏറ്റവും സിമ്പിൾ ആൻഡ് വെരി വെരി പവർഫുള്ളുമായിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. ഈ ടെക്നിക്ക് നിങ്ങളുടെ ജീവിതത്തിന് വലിയ രീതിയിൽ മാറ്റമുണ്ടാക്കുമെന്നുള്ളത് എങ്ങനെ ആണ് സാക്ഷ്യപ്പെടുത്തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് ഏതെങ്കിലും ഒരു സാക്ഷ്യപ്പെടുത്തൽ കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ മുമ്പിൽ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളെ നോക്കിയാൽ അറിയും അയാൾ എങ്ങനെയാണ് ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കിയത്. മറ്റാരെയും ഉദാഹരിക്കാൻ തൽക്കാലം പറ്റില്ല. കാരണം ഞാൻ എൻ്റെ യാത്രയിൽ എന്റെ സ്വപ്നങ്ങളുടെ പുറകെ ഒരുപാട് ഇങ്ങനെ സ്വപ്നങ്ങൾ ഇരിക്കുമ്പോൾ ഇതെങ്ങനെ ചെയ്യും ലോ ഓഫ് അട്രാക്ഷൻ ഇങ്ങനെ ഇരുന്ന് പഠിക്കും, കുറേ പോകും. അപ്പൊ അതിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഇതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാല് ഞാൻ രണ്ട് കാര്യമുണ്ട് അതിനകത്ത്. ഒന്ന്, എന്റെ ഓഫീസ് വർക്കിനിടയിൽ പൊതുവെ നല്ല തിരക്കായിരിക്കും. പൊതുവെ ഞാൻ പല കാര്യങ്ങളിൽ പോകുന്ന തിരക്കായിരിക്കും.
അപ്പോൾ വെള്ളം കുടിക്കാൻ മറന്നു പോകും. ഞാൻ പൊതുവേ മറക്കും, അത് ഓരോ ഓർഡിനൻസ്. പക്ഷെ ഞാൻ ഈ ടെക്നിക്ക് തുടങ്ങിയപ്പോൾ ആദ്യം തീരുമാനിച്ചത് എന്താണെന്നറിയോ, വണ്ടിയിലും ഓഫീസ് ചേംബറിലും അല്ലെങ്കിൽ മറ്റ് 3 സ്ഥലത്ത് മാറി മാറി ഞാൻ പോയി നിൽക്കുന്നിടത്തെല്ലാം ഓരോ ബോട്ടിൽ വെള്ളം കൊണ്ടുപോകും. അപ്പൊ അതവിടെ കാണും. ഈ സാധനം ഇത് തീവ്രമായി നമ്മുടെ കയ്യിൽ ഇത് ഉണ്ടാകുമ്പോൾ അത് ഉപയോഗിക്കുക എന്നുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ അവിടെ ഏറ്റവും ഈസി ആയിട്ട് ചെയ്തത്. ഇതല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ടെക്നിക്ക് പഠിപ്പിക്കാം. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന്. പ്രത്യേകിച്ച് നിങ്ങൾ സ്ത്രീജനങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഏറ്റവും കുറവ് ഉപയോഗിക്കുന്ന സാധനമാണ് വെള്ളം എന്ന് പറയുന്നത്. വെള്ളം കൂടി നിങ്ങൾ വളരെ കുറവാണ്. നിങ്ങൾ ആകെ മറ്റുള്ളവരെ വെള്ളം കുടിപ്പിക്കാൻ മാത്രം വിരുദ്ധരായ ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഞാൻ റിയൽ ആയിട്ട് വെള്ളം കുടിപ്പിക്കല പറഞ്ഞു. അപ്പോഴേക്കും നിങ്ങൾ വേറൊന്നും ചിന്തിക്കണ്ട. നിങ്ങൾ വെള്ളം ഭർത്താക്കന്മാർക്ക് കൊടുക്കുന്നു, അത് കുടിക്കുന്നതേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോഴേക്ക് നിങ്ങൾ വിചാരിച്ചു ഇത് സാറ് പറഞ്ഞത് അവരെല്ലാം വെള്ളം കുടിപ്പിക്കുന്നു. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ. നിങ്ങളായിട്ട് ഉണ്ടാക്കുന്നുണ്ട്, എനിക്കൊന്നും പറയാനുമില്ല. ഓക്കെ, അപ്പോ അത് ചെയ്യുക. അത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയെ പറ്റിയാ പറയണം. ഇത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. എല്ലാവരുടെ കയ്യിൽ ഈ പുസ്തകം ഉണ്ടാവുമല്ലോ എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറയണ എന്നോട്, എനിക്ക് സ്വയം നാണക്കേടായി പോവേ. ഉണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് തന്നെ വാങ്ങിക്കണേ. ഇപ്പൊ 5 വിചാരിക്കുന്നത് ഞാൻ ജർമ്മനിയിലായത് കൊണ്ടല്ലേ സാറ് എൻ്റെ ഇല്ലാത്ത, നാട്ടിൽ തന്നെ വന്ന് എനിക്ക് കിട്ടുമല്ലോ എന്നല്ലേ. അതുകൊണ്ട് വാങ്ങിച്ചോ, നാട്ടിൽ വരുമ്പോഴേക്കും വാങ്ങിച്ചാൽ മതി. ഇതില്ലെങ്കിൽ ഇന്ന് തന്നെ വാങ്ങിക്കുക. ഇതിന് അത്രയും ചെറിയ വിലയുള്ളൂ, 270 രൂപയുള്ളൂ. ആകർഷണം, ലോ ഓഫ് ഞാൻ ഇവിടെ പഠിപ്പിക്കുന്ന സകല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഇത് വാങ്ങിച്ചാൽ ക്ലാസ് കാണാതിരുന്ന ക്ലാസ്സിൽ വേറെ കുറെ ഇങ്ങനെയുള്ള കുരുത്തക്കേടുകൾ പറയും. അപ്പൊ അത് മിസ്സാവും. അപ്പൊ ഇതും വാങ്ങിക്കുക, അതും വാങ്ങിക്കുക. എന്നിട്ട് ലോ ഓഫ് അട്രാക്ഷന്റെ നമുക്ക് കോഴ്സ് ഉണ്ട്, അത് 2000 രൂപ മാത്രമേ ഉള്ളൂ. അതും കൂടി മേടിക്കുക. അപ്പൊ എന്താന്ന് കംപ്ലീറ്റ് പാക്കേജ് ആവും. ഇതിൽ വിട്ടുപോയത് അതിൽ പറഞ്ഞിട്ടുണ്ടാവും, അതിൽ വിട്ടുപോയത് ഞാൻ യൂട്യൂബിലും പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ 3 കൂടി ആകുമ്പോഴേ കംപ്ലീറ്റ് ആവും. 1 ആയിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവില്ല എന്ന് എളുപ്പത്തിൽ പറഞ്ഞു പോകാം. ഇതിനേക്കാൾ നന്നായിട്ടൊന്നും സെല്ല് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, അപ്പോ ഇല്ലെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞാണ്, ഈ പുസ്തകം നിങ്ങൾക്ക് വളരെ എങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെ ടെക്നിക്കുകൾ, എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാതിരിക്കാനുള്ള കാരണങ്ങൾ, അതിൽ എന്ത് രീതിയിൽ മാറ്റപ്പെടുത്താൻ പറ്റും എന്നൊക്കെയാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ഇതിൽ അഫർമേഷൻസ് ഇല്ല, അഫർമേഷൻ പുസ്തകം വേറെയാണ്. ഇതിൽ കുറെ ടെക്നിക്കുകൾ ഞാൻ വെച്ചിട്ടുണ്ട്. ഞാനായിട്ട് ഉണ്ടാക്കിയ ടെക്നിക്കൊന്നും അല്ല കേട്ടോ. ഇതൊക്കെ പരമ്പരാഗതമായിട്ട് കാലങ്ങളായിട്ട് ഇവിടെ ഉണ്ടാക്കിയ ടെക്നിക്കാണ്. അതിന് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കണ്ടുപിടിച്ച ടെക്നിക്കാണെന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ, അങ്ങനൊന്നും എടുക്കരുത്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് വളരെ ലളിതമായ ഒരു ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കാണ്. ഇതിന് നിങ്ങൾക്ക് വേണ്ടത് സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കപ്പാണ് വേണ്ടത്. 2 കപ്പ് വാട്ടർ ടെക്നിക്കാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട്. ഇത് ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കുന്ന ഒരു ബോട്ടിലാണ്. ഇപ്പൊ ഗ്ലാസ്സിൽ കുടിക്കാം, അല്ലെങ്കിൽ ഗ്ലാസ് ആണ് ഉപയോഗിക്കുന്നത്, ഗ്ലാസ് ഉപയോഗിക്കാം. പക്ഷെ ഇത് കുറച്ചും കൂടി പെർമനന്റ് ആയിട്ട് സേവ് ചെയ്ത് വെക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് നിങ്ങൾക്കെല്ലാം വീട്ടിലെ ജാർ ഉണ്ടല്ലോ, വലിയ ഇതുണ്ടല്ലോ, അത് ഉപയോഗിക്കാം. ഇപ്പൊ ഇത് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്താണ്. ഇത് ഞാൻ ജ്യൂസ് ഒക്കെ കുടിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ആണ്. പക്ഷെ ഇത് എന്താന്ന് വെച്ചാല് ഈ വെള്ളത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. വാട്ടർ അത് പറഞ്ഞപ്പോഴും നേരത്തെ ഞാൻ എടുത്തുണ്ട്. ഒരു പുസ്തകമുണ്ട്, ഒരുപാട് എക്സ്പെരിമെന്റ് ചെയ്ത് കണ്ടുപിടിച്ച ഒരുപാട് ഹിഡൻ മെസ്സേജ് ഇൻ വാട്ടർ എന്ന് പറഞ്ഞിട്ട് മസാറോ ഇമോട്ടോവിന്റെ ഒരു വലിയൊരു ഗ്രന്ഥമല്ല, ഒരുപാട് റിസർച്ചുകളിലൂടെ അയാൾ ലോകത്തിന് മുമ്പിൽ പറഞ്ഞു കൊടുത്ത കാര്യം വെള്ളത്തിന്റെ ഏറ്റവും വലിയ ഇത്. കാരണം നമ്മുടെ ശരീരത്തില് 70% കൂടുതൽ വെള്ളമാണ്. ഈ പ്രപഞ്ചം മൊത്തമാണ്, ശരീരം മാത്രമല്ല പ്രപഞ്ചം മൊത്തം അങ്ങനെയാണ്. അപ്പോൾ ഇനിയിപ്പോ പുതിയ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സെമി കണ്ടക്ടർ ഡിവൈസസുകളൊക്കെ ഹാർഡ് ഡിസ്കിലേക്ക് മാറ്റിയിട്ടാണ് നമ്മളിപ്പോ കമ്പ്യൂട്ടറിന്റെ സിസ്റ്റം ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇതെല്ലാം ഇനി വാട്ടറിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള റിസർച്ചുകളാണ്. കാരണം വാട്ടറിന് വളരെ ഹൈ ആയിട്ടുള്ള മെമ്മറി കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞത്. വാട്ടറിന് ഓർത്തു വെക്കാനും അതിനനുസരിച്ച് മാറ്റപ്പെടുത്താനും ഉള്ള ഒരു കഴിവുണ്ടെന്നാണ്. ഈ പുസ്തകം മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്, ജലത്തിന് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ട്. മുരളി മംഗലത്താണ് ഇത് പരിഭാഷ നടത്തിയത്. മലയാളം പുസ്തകമാണ്, എൻ്റെ അടുത്തുള്ള ഇംഗ്ലീഷും ഉണ്ട്. ഇതില് ഓരോ സമയത്ത് ഓരോ കാര്യത്തിലും വെള്ളത്തിനോട് നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് അതിന്റെ കണികകൾ, ഇതെങ്ങനെയാണ് മറ്റ് വ്യത്യാസപ്പെട്ടിരിക്കുന്ന ഒരു പരൽ ചിത്രം അവിടെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരാളോട്, അതായത് നമ്മൾ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ TV-യിൽ ഒരു നെഗറ്റീവ് സീരിയലാണ് പ്ലേ ചെയ്യുന്നതെങ്കിൽ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഈ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളത്തിന്റെ
രാസഘടനയിൽ എത്ര വ്യത്യാസം വരുന്നുണ്ട് എന്ന് റിസർച്ച് ചെയ്തിട്ട് ഫോട്ടോ സഹിതം എടുത്ത് കാണിച്ചിട്ടുണ്ട്. അതായത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സീരിയൽ കാണുന്ന വെള്ളവും ഒരു നെഗറ്റീവായ സീരിയൽ പ്ലേ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വെള്ളത്തിന്റെ വ്യത്യാസവും എത്രത്തോളം ഉണ്ടെന്ന് കാണിച്ചത്. അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. ഇപ്പൊ അത് വെള്ളത്തിനോട് ഒരു ഉദാഹരണം ഇങ്ങനെയാണ്, ഞാനിപ്പോ ഇത് കാണിച്ചു തരാം. ഒരു പരീക്ഷണം ഇങ്ങനെയാണ്. വെള്ളത്തിനോട് പറഞ്ഞു, നീ ഭയങ്കര സുന്ദരിയാണ്, നല്ല രസമുള്ള ആളാണ്, നീ ഭയങ്കര സുന്ദരിയാണെന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ ആണ് നമുക്കിപ്പോൾ കാണാൻ പറ്റും, നോക്കാം. ഈ ഫോട്ടോ, അതായത് നോക്കൂ, ഒരു നല്ല വൃത്തിയുള്ള, ഇത് ജലത്തിന്റെ കണികയുടെ ഫോട്ടോ ആണ്. കണിക ജലത്തിനകത്ത് ഫോട്ടോ എടുത്തു. ഇത് നല്ല രസമായിട്ട് നല്ല വൃത്തിയിൽ വന്നിട്ടുണ്ട്, ആണല്ലോ. നല്ല വൃത്തിയിൽ ഒരു കിരീടം വെച്ച പോലുള്ള ഒരു രീതിയിൽ. ഇനി അതേ വെള്ളത്തോട്, അതല്ല വേറൊരു വെള്ളത്തോട് പറഞ്ഞു, നീ പമ്പര വിഡ്ഢിയാണ്, നീ ഒന്നിനും കൊള്ളാത്ത പമ്പര വിഡ്ഢിയാണെന്ന് പറഞ്ഞപ്പോ ആ വെള്ളത്തിന്റെ ഫോട്ടോ ആണ് ഈ കാണിക്കുന്ന സാധനം. ഇപ്പൊ എന്റെ ഇപ്പുറത്തെ ഈ സാധനം ഒരു രൂപവും ഇല്ല, ഒരു ഇതും ഇല്ല, കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന വെള്ളം. വേറൊന്നിനോട് പറഞ്ഞു, നീ സുന്ദരിയാണെന്ന്, മറ്റൊരു വെള്ളത്തോട് നീ സുന്ദരിയാണെന്ന് കുട്ടികൾ കുറേ തവണ പറഞ്ഞു. ചെറിയ കുട്ടികളെ കൊണ്ട് പരീക്ഷണം നടത്തി, നീ സുന്ദരിയാണ്, നീ സുന്ദരിയാണ്, നീ സുന്ദരിയാണ്. കുറേ കുട്ടികൾ സ്കൂളിൽ നടത്തിയ പരീക്ഷണമാണ്. കുറേ കുട്ടികൾ ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോ ആ വെള്ളത്തിന്റെ അവസ്ഥ ഇതാണ്. ഇങ്ങനെ കുറേ പരീക്ഷണങ്ങളുണ്ട്. അല്ല, കുറച്ച് പ്രാവശ്യം പറഞ്ഞപ്പോൾ ഈ ഫോട്ടോ ഇതിങ്ങനെയാണ് വന്നത്. കുറച്ച് പ്രാവശ്യം പറഞ്ഞപ്പോ, കുറേ പ്രാവശ്യം പറഞ്ഞപ്പോ ഈ രൂപത്തില് നല്ല രസമായിട്ട് വൃത്തിയായി തലയിൽ വെക്കുന്ന ക്രൗൺ പോലെ വൃത്തിയുള്ള ഒരു ഇതാണ്. അപ്പൊ ഇത് പരീക്ഷണത്തിലൂടെ ഇതായി തെളിയിച്ച ഫോട്ടോ എടുത്തു വെച്ച കാര്യമാണ്. നമ്മൾക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല, നഗ്നനേത്രം കൊണ്ട് കാണാനും പറ്റില്ല. അപ്പോൾ ഇത് എന്താണ് ഇതിൽ നിന്ന് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളുടെ ഓരോ ഭാവത്തിനും വെള്ളവുമായി വലിയ ബന്ധമുണ്ട്. ഇത് എവിടെയാണ് പറഞ്ഞതെന്നും കൂടി അറിയണം. ഇതെല്ലാം ഇവരെ ഈ കണ്ടുപിടിക്കുന്നതിനൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഗംഗാദേവിക്ക് എത്രത്തോളം നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്വാധീനമുണ്ട് എന്ന് നമ്മുടെ സംസ്കാരം പണ്ടേ തെളിയിച്ചിട്ടുണ്ട്. അതായത് ഒരിക്കലും മലിനമാവാത്ത, അല്ലെ സ്വയം ശുദ്ധീകരിക്കാൻ കഴിവുള്ള ഏറ്റവും ശക്തിയുള്ളതാണ് വെള്ളം. വെള്ളത്തിനേക്കാൾ ശക്തി ഇവിടെ ഒന്നുമില്ല എന്ന് പലർക്കും തെളിയിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഗംഗാ ജലം എന്ന് പറയുന്നത് സ്വയം ശുദ്ധീകരിക്കാൻ കഴിവുള്ള ഒരു ജല സംവിധാനമാണ്. അങ്ങനെ കുറെ മിത്തുകൾ അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ നമ്മുടെ ഇതിനകത്തുണ്ട്, ഇന്ത്യൻ സംസ്കാരത്തിനകത്തുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് അതിലേക്കൊന്നുമല്ല. ഈ ജലത്തിന് ഇത്രയും ശക്തി ഉണ്ടെങ്കിൽ നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ഇതേ ജലത്തിന് നമ്മുടെ ഒരു ആവശ്യത്തിന് ഉപയോഗിക്കാൻ സാധിക്കില്ലേ? അങ്ങനെയുള്ള ഒരു റിസർച്ചാണ് 2 കപ്പ് തിയറി എന്ന് പറയുന്നത്. വെള്ളം കൊണ്ട് മാത്രം. ഞാൻ ഈ ടെക്നിക്ക് ഇവിടെ പഠിപ്പിച്ചു കൊടുത്തിട്ട്, നമ്മുടെ ക്ലാസ്സിൽ തന്നെ പഠിപ്പിച്ചു കൊടുത്തിട്ട്, ഡൈവേഴ്സിന്റെ വക്കലെത്തിയിട്ട് അവസാനത്തെ ഡൈവേഴ്സിന്റെ പേപ്പർ ഒപ്പിടാൻ റെഡിയാക്കി കൊണ്ടുവന്ന ഒരു ഫാമിലി നാളെ ചിലപ്പോൾ അവരെന്റെ ഇത് കേൾക്കുന്നുണ്ടാവും, രണ്ടുപേരും കേൾക്കുന്നുണ്ടാവും. സന്തോഷപൂർവ്വം അവര് അഭിമാനത്തോട് പറഞ്ഞിട്ടുണ്ട്, ആ ഒരു വിഷയം ആ വീട്ടിലില്ലാതെ മുഴുവനായിട്ട് മാറിയത് ഈ ഒറ്റ ടെക്നിക്കിന്റെ ഫലത്തിൽ. അവര് ചെയ്തത് വെള്ളം ഉപയോഗിക്കുമ്പോൾ രണ്ടുപേരും ഇതേ സാധനം രണ്ടുപേരും ഉപയോഗിച്ചിട്ട് ചെയ്തതിന്റെ റിസൾട്ടാണ് കിട്ടിയത്. ഫോർഗീവ്നെസ് അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് മൊത്തം ആ വെള്ളത്തിലൂടെ പറഞ്ഞു, പരസ്പരം ഷെയർ ചെയ്തപ്പോ അവര് കുടിച്ചതിലൂടെ മുഴുവൻ മാറ്റം ഉണ്ടായി എന്നുള്ളതാ പറയാണ്. അപ്പോ ഞാൻ നമ്മുടെ പുസ്തകത്തിൽ ഇതിനെപ്പറ്റി വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ടെക്നിക്ക് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നിപ്പോ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കാണിച്ചു തരാം, കൂടുതൽ സമയം എടുക്കില്ല, വളരെ സിമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ആദ്യം പാരഡൈം ഷിഫ്റ്റ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ പാരഡൈം ജമ്പിങ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ക്വാണ്ടം ജമ്പിങ് എന്ന് പറയുന്നത്. ക്വാണ്ടം ജമ്പിങ് എന്ന് പറയുന്നത് നിലവിലുള്ള അവസ്ഥയിൽ നിന്നും ഒറ്റ മലക്കം മറിച്ചിലാണ് നമ്മൾ ചെയ്തത്. ഇപ്പോൾ നിങ്ങൾ സങ്കടത്തിലാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ധനം കയ്യിലില്ലാത്ത അവസ്ഥയാണോ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറവ് അനുഭവിക്കുന്നുണ്ടോ, തൊട്ടടുത്ത നിമിഷത്തിൽ നിങ്ങൾക്ക് അറിയാം എനിക്കിത് എന്താണ് വേണ്ടത്. ഇതറിയുമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഇതുപോലൊരു പേപ്പർ എടുക്കുക, ഒട്ടിച്ച് വെക്കുന്ന പേപ്പർ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പേപ്പറിൽ എഴുതി ഒട്ടിക്കാൻ പറ്റുന്ന ഒരു ടേപ്പ് നിങ്ങൾ ഉപയോഗിക്കുക. ഇതുപോലെ ഞാൻ ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള സാധനം, ഇത് ചെറുതും കിട്ടും, ഇത് വലുതും കിട്ടും.
എന്നിട്ട് എന്താണോ നിങ്ങൾക്ക് ആവേണ്ടത് അത് ഇതിലെഴുതുക. ഏത് അവസ്ഥയാണോ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് അത് കൃത്യമായി ഈ പേപ്പറിൽ എഴുതുക. അതിനുശേഷം ഏത് പെണ്ണ് വെച്ചിട്ട് വേണമെങ്കിൽ എഴുതിക്കൊള്ളൂ. നാളെ ചോദിക്കണ്ട കേട്ടോ. അതായത് ഇപ്പൊ ഒരു ഉദാഹരണത്തിന് പറയാം. നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ആണ് വേണ്ടത്. നാളെ കിട്ടേണ്ട ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. അവിടെ നിങ്ങൾ എഴുതണം ഐ ആം ഡ്രൈവിംഗ് ഏത് കാറാണോ നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ ഐ ഗോട്ട്, മലയാളത്തിൽ പറയണം അല്ലെ, അതൊരു റിക്വസ്റ്റ് ഉണ്ട്, മലയാളത്തിൽ നിന്ന് പറയണമെന്നുണ്ട്. ഓക്കെ, എനിക്ക് ഇന്ന ദിവസം നടക്കുന്ന, അതായത് നാളെ ആണെങ്കിൽ 18-ാം തീയതി നടക്കുന്ന ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയതിന് നന്ദി. കറന്റ് സിറ്റുവേഷൻ നിങ്ങൾ എത്ര ഫിയർ ആയിക്കോട്ടെ, ഇത് നിങ്ങൾ ഇതിനകത്ത് എഴുതണം. എഴുതിയിട്ട് ഇപ്പോഴും നിങ്ങളുടെ അവസ്ഥ എന്താണ്? എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല എന്നുള്ള അവസ്ഥയാണ് സങ്കടം. വേറൊരു പേപ്പറിൽ എഴുതണം ഇപ്പോൾ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്തതിന് നന്ദി. അത് കഴിഞ്ഞിട്ട് കിട്ടിയതിന് നന്ദി. ഇത് രണ്ടും എഴുതണം. ഇത് രണ്ടും എഴുതിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, അതായത് വെള്ളം ഇപ്പൊ നിറച്ചിരിക്കുന്ന ഇതിൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല. ഈ വെള്ളത്തിനോട് എടുത്തിട്ട് പറയണം എനിക്ക് ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്തത് നന്ദി എന്ന് പറഞ്ഞിട്ട്, ഇതാണ് പ്രസന്റ് കണ്ടീഷൻ. അത് കഴിഞ്ഞിട്ട് നേരെ അടുത്ത വാട്ടറിലേക്ക് മറ്റത് എഴുതിയില്ലേ അത് അതിൽ ഒട്ടിച്ചു കഴിഞ്ഞിട്ട് അതിനോട് പറയണം എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ചതിന് നന്ദി. ആദ്യത്തെ റിയാലിറ്റി നിങ്ങൾ അംഗീകരിച്ചു. രണ്ടാമത്തെ റിയാലിറ്റിയാണ് നിങ്ങൾ വരാൻ പോകുന്നത്. അതായത് രണ്ടാമത്തേല് നിങ്ങൾക്ക് ലഭിച്ചതിന് നന്ദി എന്ന് എഴുതി കഴിഞ്ഞതിന് ശേഷം അതിൽ എഴുതിയിട്ട് ഒട്ടിച്ചു വെച്ചിട്ട് ശേഷം അത് വായിക്കുക. 10 15 എത്രയോ തവണ ഈ പേപ്പർ നിങ്ങളോട് ഒട്ടിച്ചു വെക്കുക, സ്ഥിരമായിട്ട് ഒട്ടിക്കുക. എന്താണ്? ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ച ഇന്ന ദിവസം നടക്കുന്ന റേസിൽ നിന്ന് ലൈസൻസ് ലഭിച്ചത് നന്ദി എന്ന് എഴുതുക. ഇത് കൃത്യമായി വായിക്കാൻ പറ്റുന്ന രീതിയിലൂടെ ഒട്ടിച്ചു വെക്കുക. വെച്ചതിന് ശേഷം ഇപ്പൊ ഇവിടെ എന്താണ്? ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല അല്ലെ? ഇനി ഉള്ളത് ഈ വെള്ളം നിങ്ങൾ അടുത്ത കപ്പിലേക്ക് ഒഴിക്കുക. അതായത് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. ഇനി ഇതിനോട് ഇതേപോലെ ഒരു 21 തവണ ആവർത്തിച്ച് പറയുക എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ചതിന് നന്ദി 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 എന്ന് പറയാം. ഇനി സന്തോഷത്തോടെ ആ വെള്ളത്തിൽ വലിയ മാറ്റം ഉണ്ടാവും. ഈ വെള്ളം നിങ്ങൾ കുടിച്ചുകൊണ്ടേയിരിക്കുക. എപ്പോഴാണോ നിങ്ങൾ വെള്ളം കുടിക്കേണ്ടത് അപ്പോഴൊക്കെ കുടിക്കാം. എപ്പോഴൊക്കെ കുടിക്കണോ അപ്പോഴൊക്കെ കുടിക്കാം. ഈ കുടിക്കുമ്പോഴൊക്കെ എന്താ നിങ്ങൾ കുടിക്കുന്നത്? ഇത് ഓർമ്മ വേണം. കുടിക്കുന്നത് എന്താണിപ്പോ? ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ച വെള്ളമാണ് കുടിക്കുന്നത്. ആദ്യത്തെ വെള്ളം ഒഴിവാക്കിയല്ലോ, ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ച വെള്ളമാണ് കുടിക്കുന്നത്. ഇത് കുടിക്കുക, നിങ്ങൾക്ക് അത് ലഭിക്കുകയാണ്. കാരണം പിന്നെ നിങ്ങളുടെ ശിരസിൽ ഓടുന്നത് മുഴുവൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള വെള്ളമാണ്. അത് എങ്ങനെ തിരിച്ചാലും വണ്ടി തിരിക്കാൻ പോകുമ്പോൾ ആ വെള്ളം നിങ്ങൾ തിരിച്ചോളും. നിങ്ങൾ വിചാരിക്കണം എന്റെ തല ഉപയോഗിക്കും, വേണ്ട, വെള്ളം നിങ്ങൾ തല ഉപയോഗിച്ചോളൂ, നിങ്ങൾക്ക് അവിടെ ലൈസൻസ് കിട്ടും. ഇത് പരീക്ഷിച്ച് നോക്കിക്കോളൂ. പല രീതിയിൽ ഉപയോഗിക്കാം. ഒരു കസ്റ്റമർ അടുത്ത് പോകുന്നുണ്ടോ, ക്ലയന്റിന്റെ അടുത്ത് പോകുന്നുണ്ടോ, നിങ്ങൾ ഇത് ഉപയോഗിച്ചോ. എനിക്ക് ആ ക്ലയന്റ് ഇത്ര രൂപയുടെ ഓർഡർ തന്നതിന് നന്ദി. അതിപ്പോ തന്നില്ല, അയ്യോ അയാൾ തരുമോ കിട്ടുമോ, എന്റെ ദൈവമേ എന്നെ വിളിച്ചാൽ കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെയാണ് ആദ്യത്തെ അവസ്ഥയെങ്കിൽ അത് എഴുതിയിട്ട് വാടകയ്ക്ക് വീട് കിട്ടാൻ ചെയ്തോ, ധൈര്യപൂർവ്വം ചെയ്തോ. ഇപ്പോൾ എഴുതിക്കോ, ആദ്യത്തെ എഴുതിക്കോ വാടകയ്ക്ക് എനിക്ക് വീട് ലഭിക്കാൻ, എനിക്ക് വീട് ഇല്ലാത്തതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തേന് വാടകയ്ക്ക് വീട് ലഭിച്ചതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് ആ വെള്ളം കുടിക്കുക, കൃത്യമായി കുടിക്കുക. വാടകയ്ക്ക് വീട്, ഞാൻ വാടകയ്ക്ക് വീടൊക്കെ എളുപ്പത്തിൽ കിട്ടൂലേ. ഓക്കെ, അപ്പോ ഇത് കൃത്യമായി പ്രാക്ടീസ് ഇത്രയേ പഠിപ്പിക്കാനുള്ളൂ, ഇതിൽ കൂടുതലൊന്നുമില്ല. ബാക്കി കൂടുതലൊക്കെ ഈ ക്ലാസ്സിൽ ഉണ്ട്. ഈ പുസ്തകത്തിൽ കുറേ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്, ഇതിന്റെ പിന്നിലെ പ്രവർത്തനങ്ങൾ എന്താണെന്നൊക്കെ കൃത്യമായി 3 പേജോടും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ ഇരുത്തി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ 1 2 3 4 സ്റ്റെപ്പ്. അത് ഇവിടെ ഞാൻ പഠിപ്പിക്കില്ല കേട്ടോ. അത് പഠിപ്പിച്ചാൽ നിങ്ങളവിടെ ചിട്ടിക്ക് വേണോ എന്ത് വേണം ചെയ്താൽ അത് അതിൽ വന്നിട്ട് ഇരുന്ന് പഠിച്ചോളൂ കേട്ടോ. ബുക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്തോളൂ. അയ്യോ ജോലിയൊക്കെ സൂപ്പറായിട്ട് ലഭിക്കട്ടോ, ജോലിക്ക് സംശയമേ വേണ്ട. ജോലി ലഭിച്ചത് നന്ദി എന്നിട്ട് ദിവസവും നിങ്ങൾ എത്ര പ്രാവശ്യം വെള്ളം കുടിക്കുന്നു അത്രയും പ്രാവശ്യം കുടിച്ചോളൂ, ജോലി പെട്ടെന്ന് ലഭിക്കും, യാതൊരു തർക്കമില്ലാത്ത കാര്യം. അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പറയാനുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കമ്പ്യൂട്ടർ സ്വന്തമായിട്ട് കയ്യിലുള്ള
ഫ്രീലാൻസ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, ആൾക്കാരോട് സംസാരിക്കാനും ഫ്രീലാൻസ് വർക്ക് ചെയ്യാനും താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വേക്കൻസി ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം, താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. പക്ഷെ വർക്ക് ചെയ്യണം. തരികിട കാണിക്കുന്നവർ എൻ്റെ കൂടെ വരരുത്. കാരണം നമ്മൾക്കിപ്പോൾ അഡ്മിന്മാർ കുറവാണ്. ഇപ്പോൾ നമ്മൾ കോഴ്സുകൾ കൂടുതൽ ആൾക്കാരിൽ എത്തിക്കാനായിട്ട് കുറച്ച് പേരെ നമുക്ക് വേണമെന്നുണ്ട്. നിങ്ങൾ കോഴ്സ് മറ്റുള്ളവർ കാശ് മേടിച്ചാൽ നിങ്ങൾക്കും കാശ് തരും, അതൊന്നും പേടിക്കണ്ട, പൈസയൊക്കെ തരും, ഫ്രീ ആയിട്ടൊന്നല്ല. ഉണ്ടെങ്കിൽ ഒന്ന് CV അയച്ചോളൂ, നമുക്ക് തരാം കേട്ടോ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. ബുക്ക് വേണമെങ്കിൽ നമ്പർ രാധിക നമ്പർ അയച്ചു ആയിട്ട് എവിടെ ബുക്കിന് വിളിക്കുന്നത് രാധിക ഇല്ല ഇവിടെ. നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ബുക്ക് പുസ്തകത്തിന് വേണം കേട്ടോ. 6238780385. വെള്ളം കുടിക്കുമ്പോൾ അഫർമേഷൻ പറയണം, പറഞ്ഞുകൊണ്ട് ചെയ്യണം. അഫർമേഷൻ പറയണം. ഈ നമ്പർ ബുക്ക് വേണ്ടവർ ഈ നമ്പറിൽ വിളിച്ചോളൂ കേട്ടോ. നാളെ തന്നെ അയച്ചു തരാൻ പറയാം കേട്ടോ. എന്നെ ചോദിക്കരുത് ചിട്ടി പൈസക്ക് വരുമോ, സാമ്പത്തികത്തിന് വരുമോ, എന്തിനു ഉപയോഗിച്ചോ. നിങ്ങളുടെ നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് മാറി നിങ്ങൾക്ക് എങ്ങോട്ട് പോകണം, അത് എന്തുപയോഗിച്ചോളൂ, എല്ലായിടത്തും ഉപയോഗിക്കാം. വെള്ളത്തിന് പ്രത്യേകിച്ച് ഒരു കണ്ടീഷനും ഇല്ല. ഇന്നതേ ആവാവും ഇന്നതേ ആവാന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ നിങ്ങൾ ഇതാക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് എവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും അവിടെയൊക്കെ ഉപയോഗിച്ചോളൂ. റിസൾട്ട് എടുക്കുക. ഞാൻ വളരെ ലളിതമായി പറഞ്ഞു തന്നു. റിസൾട്ട് എടുക്കുക. നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അഫർമേഷൻ, ഇനിയിപ്പോ അഫർമേഷൻ അറിയില്ലേ, അഫർമേഷൻ പുസ്തകം വാങ്ങിച്ചോളൂ. അതിൽ ഇഷ്ടംപോലെ അഫർമേഷൻ ഉണ്ട്. 108 അഫർമേഷൻ എല്ലാ മേഖലയിലും ഉണ്ട്. ജോലി ലഭിക്കാനുണ്ട്, പണം ലഭിക്കാനുണ്ട്, എല്ലാം ഉണ്ട്. അതില് വേണ്ട വിളിച്ചോളൂ. ബുക്കിന്റെ പ്രൈസ് ഓരോന്നിനും വ്യത്യാസമാണ്. ഒന്ന് അഡ്മിനെ വിളിച്ചോളൂ കേട്ടോ. ഇത് ലോ ഓഫ് അട്രാക്ഷൻ പുസ്തകത്തിൽ 220 രൂപയേ ഉള്ളൂ. 270 പ്ലസ് കൊറിയർ ചാർജ് കേട്ടോ. ഞാൻ തെറ്റിദ്ധരിച്ചു പോയി കേട്ടോ. നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. അതിലിപ്പോ സുജാത ഒരാൾ പറഞ്ഞത് നെഗറ്റീവിന്റെ ഉസ്താദായിരുന്നു. ഞാൻ വിചാരിച്ച ഉസ്താദന്മാരെ ആരെങ്കിലും നെഗറ്റീവാന്ന് പറഞ്ഞാണ്. തെറ്റുപറ്റി. ഇപ്പോഴേക്കും നെഗറ്റീവിന്റെ കൂടാരം എന്നാണ് ഉസ്താദിനെ ഉദ്ദേശിച്ചത്. പറയുമ്പോൾ വാക്കുകൾ തെറ്റിപ്പോരുന്നത്. ഓക്കെ, അപ്പൊ സന്തോഷത്തോടുകൂടി നമുക്ക് ഇന്നത്തെ സെഷനോട് അവസാനിപ്പിക്കാം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആവുന്ന ഞാൻ ആദ്യമേ പറഞ്ഞു. വിവാഹത്തിന്റെ അല്ലെങ്കിൽ ദാമ്പത്യത്തിലൊക്കെയാണ് ഏറ്റവും ഈസി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ബന്ധങ്ങൾ നന്നാക്കാൻ ഏറ്റവും ഈസിയാണ്. ഒരു ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുക, അതിൽ ഈ സാധനം ചേർത്തിട്ട് കൊടുക്കുക, അല്ലെ? പഹയ ഇയാള് നമ്മളെന്താ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ പറഞ്ഞ അതിന് പകരം മാറ്റിയിട്ട് എന്റെ സ്നേഹഭാചനമേ, എന്റെ കൂടെ എന്നും ഉള്ളതിന് നന്ദി, ഞാൻ ചോദിക്കുമ്പോഴൊക്കെ എനിക്ക് കാശ് തരുന്നതിന് നന്ദി എന്നൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ ജ്യൂസ് കൊടുക്കും, കാശ് കിട്ടും കേട്ടോ. ഇങ്ങനെയൊക്കെ നിങ്ങളുടെ പരീക്ഷണങ്ങൾക്ക് ഇവിടെ വീട്ടിൽ നടക്കാറുണ്ട് കേട്ടോ. അപ്പൊ എന്റെ പോക്കറ്റിൽ ഇങ്ങനെ, അതുകൊണ്ട് ഞാൻ പേഴ്സ് പോലും പലപ്പോഴും കൊണ്ടുവരാറില്ല. കാരണം ചിലപ്പോൾ അതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് വല്ല അഫർമേഷൻ എടുത്തിട്ടാണ് വരുന്നതെങ്കിൽ അറിയാതെ ഞാൻ പേഴ്സ് എടുത്തിട്ട് കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളെല്ലാം ഇത് പ്രാക്ടീസ് ചെയ്ത് എടുത്തോളൂ. വലിയ മാറ്റമാണ്, സൂക്ഷിക്കണം കേട്ടോ. ഓക്കെ, നല്ല കാര്യം. കുടുംബബന്ധത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ കുടുംബബന്ധത്തിലാണ് ഉണ്ടായത്. വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ സെൽഫ് ചെയ്യുമ്പോൾ അത്രയും വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ വലിയ മാറ്റങ്ങൾ ജോലിക്കാര്യത്തിലൊക്കെ പ്രാക്ടീസ് ചെയ്തെടുത്തോളൂ എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു ഓൾ. അപ്പോ കൊച്ചിയിൽ വെച്ച് കാണാൻ നമുക്ക് എല്ലാവർക്കും നേരിട്ട്. എല്ലാവരും തയ്യാറായിരിക്കുക. അന്നത്തെ സർപ്രൈസിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഞാൻ കൊണ്ടുവരും, വേറെ ഒന്നും കൂടി കൊണ്ടുവരും. അന്ന് അത് മാത്രമേ പഠിക്കുന്നു. ആ ക്ലാസ് അധികം ഞാൻ ടെക്നിക്ക് പഠിപ്പിക്കാൻ തന്നെയാണ് ഉപയോഗിക്കുക. അന്നേക്ക് അപ്പോഴേക്കും ഞാൻ കുറച്ച് ഈ നമ്പറുകളുടെ മാജിക്കുകളുമായിട്ട് വരാം. അതും കൂടി ഉണ്ടാവും. നമ്പറുകളുടെ മാജിക് ഉണ്ടാവും. മറ്റ് 2-3 അന്ന് ഞാൻ മുഴുവനായിട്ടും ക്ലാസ് ടെക്നിക്സ് പഠിപ്പിക്കാൻ ഉപയോഗിക്കാൻ പോകും. ടെക്നിക്സ് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ചിലർക്ക് എല്ലാം വർക്ക് ചെയ്യുന്നില്ല. ചിലർക്ക് മറ്റ് വ്യത്യസ്തമായിട്ടായിരിക്കും വർക്ക് ചെയ്യുക. ചിലർക്ക് അഫർമേഷൻ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും, മറ്റു ചിലർക്ക് അഫർമേഷൻസ് വർക്ക് ചെയ്യണമെന്നില്ല. അത് അവരുടെ ഒരു മൈൻഡ് സെറ്റിന്റെ വിഷയമാണ്. അതുകൊണ്ട് എല്ലാവർക്കും അഫർമേഷൻ എല്ലാവർക്കും വർക്ക് ചെയ്യും, പക്ഷെ അത് രൂപത്തിൽ മാറ്റി കൊടുക്കണമെന്നേ ഉള്ളൂ. ചില ആൾക്ക് ചോറ് കഴിക്കണം, പക്ഷെ ചോറിന്റെ കൂടെ ബിരിയാണി അല്ല, ചോറിന്റെ കൂടെ തൈര് വേണം, മറ്റൊരാൾക്ക് മുട്ട ബുർജി വേണം, അങ്ങനെ ഉണ്ടാവും, വ്യത്യസ്തമായിട്ട്. അപ്പൊ അങ്ങനെ മാറ്റി കൊടുക്കണമെന്നേ ഉള്ളൂ. സംഭവം എല്ലാം അഫർമേഷനും ലോ ഓഫ് അട്രാക്ഷൻ തന്നെയാണ്. ഓരോ ബ്രെയിൻ എടുക്കുന്ന വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ എല്ലാവർക്കും നന്ദി. എൻജോയ് യുവർ ഡേ. താങ്ക് യു. നേരത്തെ ആരും സംസാരിക്കാൻ ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. അയ്യോ സാറേ ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞത് ഞാൻ കണ്ടു. പെട്ടെന്ന് പറഞ്ഞു. ആരോ ഒരാൾ നേരത്തെ പറഞ്ഞു സംസാരിക്കാനുള്ള പറഞ്ഞോളൂ. ഹലോ സാറേ. ശ്വേതാരാജീവ് പറ. ഞാൻ ആദ്യമായി സാറിന്റെ ഇതിൽ കയറിയിരിക്കുവാണ് കേൾക്കാൻ. ഞാൻ എറണാകുളമാണ് വീട്. ഞാൻ ബിസിനസ് നടത്തുന്നുണ്ട്. അപ്പൊ എനിക്ക് കുറച്ച് ബിസിനസ് ഒക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സാർ എന്തെങ്കിലും ചെയ്തു തരണം. ഞാൻ ചെയ്തു തരണം. എന്താ നിങ്ങളുടെ പ്രൊഡക്റ്റ്? അല്ല, സാർ പറഞ്ഞു തരണം. സോറി. എന്താ നിങ്ങളുടെ പ്രൊഡക്റ്റ്? ഞാൻ വാങ്ങിച്ചാൽ മതി കുറച്ച്.
അത് വേണ്ട സാറേ. എന്താ കസ്റ്റമേഴ്സിന് എന്താ പ്രൊഡക്റ്റ്? പ്രൊഡക്റ്റ് ഞാനൊരു ഷോപ്പ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്, ഓർണമെന്റ്സിന്റെ ഒക്കെ ഫാൻസി ഐറ്റംസ്. ഫാൻസി ഐറ്റംസ് അതൊക്കെ നല്ല കച്ചവടം ഉണ്ടാകുന്നല്ലേ? ഇവിടെ തന്നെ നമുക്ക് പറഞ്ഞാൽ എല്ലാവരും വൈക്കത്ത് നമ്മുടെ ശ്വേത രാജീവിന്റെ കടയിൽ നിന്നും ഓർണമെന്റ്സ് ഓർഡർ ചെയ്യണേ. നിങ്ങൾക്ക് നല്ല കിളികിളി കമ്മലും മറ്റേ അല്ലെ അതൊക്കെ ഇല്ലേ? കടയുടെ പേര് റീമാ കളക്ഷൻ എന്നാണ്. വൈക്കം മഹാദേവ ടെമ്പിളിനടുത്താണ്. സാറൊന്ന് എന്തെങ്കിലും കസ്റ്റമേഴ്സ് ഒക്കെ ഒന്ന് വരാൻ വേണ്ടി എന്തെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു തരാം. വരട്ടെ ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യൂ. ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കൂ. കസ്റ്റമറൊക്കെ ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെ പിടിക്കാൻ പറ്റും? ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. ഹലോ ഹലോ വാസിനി എന്താ പറയാൻ വന്നത്? വാസിനി നേരത്തെ പറഞ്ഞു. സാർ ഗുഡ് ഈവനിങ് സാർ. പിന്നെ ഞാന് ഇത് പുതിയതായിട്ട് കയറിയതാ, ഇപ്പൊ ഒരാഴ്ച ആയിട്ടുള്ളൂ ഇത് വന്നിട്ട്. പിന്നെ സാർ ഇത് പറഞ്ഞില്ലേ ആ നമ്പരൊക്കെ, ഏഞ്ചൽ നമ്പരൊക്കെ, അത് ഞാൻ കാണാൻ ഒരുങ്ങിയിട്ട് ഒരു 3 മാസമായിട്ടുണ്ട്. എനിക്കത് അറിയത്തില്ല ആദ്യം എന്താ ഈ നമ്പർ. ഞാൻ ഫോൺ തുറന്നാൽ അത് മാത്രമേ കാണൂ. 1122 അങ്ങനെ 0 വരെ 30 വരെ ഞാൻ എന്നും കാണും. ഞാൻ അങ്ങനെ എനിക്കറിയാത്തോണ്ട് ഞാൻ ഇതെന്താ ഈ ഫോണിനകത്ത് എപ്പോഴും ഇതുപോലെ നമ്പർ മാത്രം കാണിക്കുന്നതെന്ന്. ഇപ്പം കുറെ ദിവസമായി ഫേസ്ബുക്കിനകത്തും നോക്കിയാലും അത് മാത്രമേ കാണൂ. ഞാൻ ആ നമ്പറുകളെ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ ലോട്ടറിയുടെ പടങ്ങള്, ലോട്ടറി അങ്ങനെയുള്ള ഓരോ പരസ്യങ്ങൾ, അത് മാത്രമേ ഞാൻ ഫോൺ തുറന്നാൽ കാണത്തേ ഉള്ളൂ. പിന്നെ എനിക്ക് ആവശ്യം എനിക്കൊരു ജോലിയുടെ കാര്യത്തിനാണ് ഞാനിത് കണ്ടതും ഇതിനകത്ത് വന്നതും ഒക്കെ. എനിക്ക് ജോലിയിൽ ഞാനൊരു സ്റ്റാഫ് നേഴ്സാ. ഞാനിവിടെ മസ്കറ്റിലാണ്. അങ്ങനെ ഇപ്പം കുറച്ച് നാളുകൊണ്ട് ജോലി ഇല്ലാതിരിക്കുന്നു. ഒരു ഓപ്പറേഷനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞിരിക്കുവാണ്. ഒരിടത്ത് ജോലി പറഞ്ഞു, അന്നേരം വിസയുടെ ഒരു പ്രശ്നമായിട്ട് നിൽക്കുവാണ്. അവർക്ക് വിസ എന്തോ പ്രോബ്ലം ആയിട്ടിരിക്കുന്നു. അങ്ങനെ കയറാൻ പറ്റാത്തൊരു ഇതിൽ നിൽക്കുവാണ്, വിസ റെഡി ആവാത്തോണ്ട്. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലാണ് ഞാനിപ്പം റൂമിലാ ഉള്ളത്. 1 വർഷത്തോളം ആവുന്നു. ഇവിടെ ഫാമിലി ഇല്ല. സിസ്റ്റർ ഉണ്ട്. എന്റെ അമ്മയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. സിസ്റ്റർ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, അത് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചു. അമ്മ ഇപ്പം ഒരു 2 വർഷം ഇവിടെ വെച്ച് തന്നെ അമ്മയെ മരിച്ച. 15 വർഷം ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങളോടൊപ്പം. പിന്നെ മോളുണ്ട്, അവള് കർണാടകത്തിൽ പഠിക്കുവാണ്, നേഴ്സിങ്ങിന് പഠിക്കുക, BSc നേഴ്സിങ്ങിന്. അങ്ങനെ ഞാൻ പുസ്തകമൊക്കെ ഓർഡർ ചെയ്ത് അവളുടെ കയ്യിലാണ് അയച്ചു കൊടുത്തത്. ജോലിയില്ലാതെ പിന്നെ എങ്ങനെ? സിസ്റ്ററൊക്കെ ഉണ്ട് ഇവിടെ, സിസ്റ്റർ ഉണ്ട്. ട്രൈ ചെയ്യോട്ടോ. ഒന്ന് രാവിലെ മെഡിറ്റേഷൻ ജോയിൻ ചെയ്യുമെന്ന് വാസിനി. ഞാനുണ്ടല്ലോ സാർ, ഞാൻ മെഡിറ്റേഷൻ ഉണ്ട്. ഈ രാവിലെ 5:30 മണിക്ക് തന്നെ ജോയിൻ ചെയ്യുന്നുണ്ടോ? ഞാൻ 4 മണിക്ക് കയറുന്നുണ്ട്. ആണോ? ഞാൻ കയറുന്നുണ്ട്. മാറ്റം ഉണ്ടാക്കട്ടെ. 12-ാം തീയതി തൊട്ട് ഞാൻ ആ ഫുൾ മൂണിന്റെ അന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് തൊട്ടാ എനിക്ക് കിട്ടിയല്ല. 8-ാം തീയതി കയറിയിട്ട് 4-5 ദിവസം എനിക്ക് കയറാൻ പറ്റിയില്ല. പിന്നെ ഫുൾ മൂണിന്റെ അന്ന് കയറി. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ എല്ലാ ദിവസവും മോർണിംഗിൽ ഞാൻ മെഡിറ്റേഷന് കയറുന്നുണ്ട്. ഞാൻ 4 മണിക്ക് രണ്ടാമതൊരു മെഡിറ്റേഷൻ കൂടി ഉണ്ട് നമ്മുടെ, അതായത് ഇവിടുത്തെ 7 o'clock. ഞാൻ കയറുന്നുണ്ട്. ഇല്ലെങ്കിൽ 7 മണിക്കത്തിന് കയറിപ്പോ. ഇല്ല, ഞാൻ 4 മണിക്ക് എഴുന്നേറ്റ് കയറുന്നു. എനിക്ക് പ്രശ്നമില്ല, ഞാൻ കയറാറുണ്ട്. ഹലോ, ദീപയല്ലേ നേരത്തെ സംസാരിച്ചത്? അല്ല, ഞാൻ ദീപ ഉണ്ണി സംസാരിച്ചില്ല സാറിനോട്. അതെ സാറേ, ഞാനേ എനിക്ക് കൊച്ചി പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ 2 ആഴ്ച ആയിട്ടുള്ളൂ ഇപ്പൊ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ട്. അപ്പൊ ഞാൻ കൂടുതലും ഒന്നും ആയിട്ടൊന്നുമില്ല അതിനകത്ത്. അപ്പൊ ഞാനിവിടെ അടുത്താണ്, ഇവിടെ വരാപ്പുഴ കൂനമ്മാവാണ്. അപ്പൊ ഇത്രയും അടുത്ത് എനിക്ക് ഇത് വന്നപ്പോ എനിക്ക് അതിനകത്ത് പങ്കെടുത്തില്ലെങ്കിൽ അതൊരു നഷ്ടമാകുമല്ല. അപ്പൊ എനിക്ക് അതിനകത്ത് പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ എനിക്ക് സാറായിട്ടൊന്ന് സംസാരിച്ചിട്ടാകണം എന്ന് വിചാരിച്ചിരിക്കണായിരുന്നു. പക്ഷെ അപ്പൊ എനിക്ക് ഇതൊന്ന് ഞാൻ സാറിന്റെ ഒരു ഇതൊന്ന് അറിഞ്ഞിട്ടാകട്ടെ എന്ന് ഓർത്തിരിക്കണായിരുന്നു. അപ്പൊ ഇതിനകത്ത് പങ്കെടുക്കാൻ ഞാൻ ഇത്രയല്ലേ ആയിട്ടുള്ളൂ, 2 ആഴ്ച ആയിട്ടുള്ളൂ ഇപ്പൊ ഇതിനകത്ത് വന്നിട്ട്. അപ്പൊ കൂടുതൽ ഒന്നും ഇങ്ങനെ വന്നുള്ളൂ. കൊച്ചി പ്രോഗ്രാമിലേക്ക് എത്താൻ ഇനിയും 2 ആഴ്ച ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ടോട്ടൽ കൊച്ചി പ്രോഗ്രാം വരുമ്പോഴേക്ക് 4 ആഴ്ച ആയില്ലേ? അപ്പൊ കുഴപ്പമില്ലല്ലോ, പോരെ? എല്ലാ ദിവസവും കൂടി പങ്കെടുത്തോളൂ. ഓക്കെ സാർ. കാണുന്ന അന്ന് അത്യാവശ്യമുള്ളത് നമുക്ക് അന്ന് സംസാരിക്കാം. ഓക്കെ, ആയിക്കോട്ടെ. ശരി. താങ്ക് യു. അപ്പൊ ഞാൻ പോട്ടെ. ബൈ. ഓക്കെ, താങ്ക് യു സാർ. സംസാരിക്കാൻ തന്നെ നിങ്ങൾ ഇന്ന് ഫുൾ രാത്രി മുഴുവൻ സംസാരിക്കും, ഞാനും സംസാരിക്കും. അപ്പൊ ബാക്കിയെല്ലാം താങ്ക് യു സർ. ഗുഡ് നൈറ്റ്.